അലങ്കാരങ്ങളുടെയും ആവശ്യമില്ലാത്ത നമുക്കെല്ലാം പ്രിയങ്കരനായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ ജീവിതത്തിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുകയാണ്. കണ്ണുകളിൽ കാരുണ്യത്തിൻ്റെ കനവും വിരൽത്തുമ്പുകളിൽ സാന്ത്വനത്തിൻ്റെ സ്പർശവുമായി രാഷ്ട്രീയത്തിലെ ജനകീയതയുടെ മുഖമായി ഉമ്മൻചാണ്ടി കേരള രാഷ്ട്രീയത്തിലും ദേശീയ രാഷ്ട്രീയത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നി മറിയാമ്മ ഉമ്മനും മൂത്ത മകൾ മറിയം ഉമ്മനുമായി അവരുടെ കുടുംബവുമായി ജയ്ഹിന്ദ് TV-ക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഭാഷണമാണ് ഇന്നിവിടെ നടക്കുന്നത്. ഞാൻ അവരെ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാറേ, എപ്പോഴും സാറ് ആൾക്കൂട്ടത്തിനിടയിലാണ്. ഞങ്ങളെല്ലാം കാണുമ്പോഴും ലോകം അങ്ങേ കാണുന്നത് ആൾക്കൂട്ടത്തിനിടയിലാണ്. ഇപ്പോഴും ഞാനിവിടെ വരുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെയും വസതിയിലില്ലാത്ത അത്രയും ആളുകളാണ് ഈ കോവിഡ് കാലത്ത് പോലും. പക്ഷെ പഴയതുപോലെ അങ്ങേക്ക് ആൾക്കൂട്ടത്തിനിടയിലേക്ക് പോകാൻ പറ്റുന്നില്ല കോവിഡ് കാരണം. ശരിക്കും ഞങ്ങളെല്ലാം തമാശയായി പറയും, ഈ കരയ്ക്ക് പിടിച്ചിട്ട മീനിൻ്റെ സ്ഥിതിയിലായിരിക്കും ഉമ്മൻചാണ്ടി. കാരണം ഉമ്മൻചാണ്ടിക്ക് ആൾക്കൂട്ടം ഇല്ലാതെ ജീവിക്കാൻ പറ്റും. അതെങ്ങനെയാണ് ഈ അനുഭവിക്കുന്നത്? ഇത് ഒരു ആൾക്കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കേണ്ട ചില സാഹചര്യങ്ങൾ. അത് ഞാൻ ആൾക്കൂട്ടത്തെ ഒരു ശല്യമായിട്ടല്ല കാണുന്നത്. ഞാനത് അവരുമായി സംഭാഷണവും അവരുമായിട്ടുള്ള ഇടപെടലിലൊക്കെ ഒരു അതൊരു ഓക്സിജനാണ്. അതെ, അതാണ് എനിക്കൊരു പുതിയ ആത്മവിശ്വാസവും ഒരു ശക്തിയുമൊക്കെ നൽകുന്നതാണ്. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൻ്റെ പീരീഡിൽ ആദ്യം അതിനൊരു മാറ്റം ഉണ്ടായി. കുറച്ചൊരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത എന്ന് മാത്രമല്ല നമുക്ക് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്തൊരു അകൽച്ചയാണ് ഉണ്ടായത്. പക്ഷേ ലോക്ക്ഡൗൺ നീട്ടിയപ്പം ഞാൻ ഫേസ്ബുക്കിലൊരു കുറിപ്പിട്ടു, ഞാൻ ഇന്ന ഫോൺ നമ്പറിൽ അവൈലബിളാണ്, ആർക്കും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. ധാരാളം ആളുകൾ കോൺടാക്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓരോ പ്രശ്നവും ടോക്കൺ നമ്പർ കൊടുത്തവർക്കെല്ലാം പിന്നീട് കോൺടാക്ട് ചെയ്യണമെങ്കിൽ റെഫർ ചെയ്യാൻ നമ്പർ കൊടുത്ത് അങ്ങനെ ആയി. അപ്പം ഞാൻ ഫുള്ളി എൻഗേജ്ഡായി. നമ്മളിപ്പോൾ ഇറങ്ങി അങ്ങോട്ട് നടന്ന് ആളുകളെ കാണുന്നതിന് പകരം നമ്മളിവിടെ, അപ്പം ഞാൻ ഓരോ പ്രശ്നത്തിൽ ഇടപെട്ട് പലവട്ടമൊക്കെ സംസാരിക്കുമ്പം ഞാൻ അവിടെ ചെന്ന് ഇടപെടുന്ന പോലെ എനിക്കൊരു അനുഭവം. അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് 4300ഓളം പേര് ഈ 2 വലിയ ബുക്കിനകത്ത് പേരെഴുതി കോണ്ടാക്ട് ചെയ്തു. പിന്നെ വിളിക്കുമല്ലോ ആവശ്യങ്ങൾ, വിളിക്കും. അപ്പോൾ അതൊരു പുതിയ അനുഭവമാണ്. ആ അനുഭവം നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് നമ്മളത് പരമാവധി പ്രയോജനപ്പെടുത്തി. അതിന് മുൻപ് ചെയ്തുകൊണ്ടിരുന്നത് തുടർന്നു. അതാണ് തന്നെ. ഇപ്പോൾ 50 വർഷം പൂർത്തിയാക്കിയാണ്. ഒരു നിയമസഭാ സാമാജികനൊന്നും സ്വപ്നം കാണാൻ വയ്യാത്തതാണ് ഒരു അരനൂറ്റാണ്ട് കാലം കേരള നിയമസഭയിൽ പുതുപ്പള്ളി എന്ന് പറയുന്ന ഒരു നിയോജകമണ്ഡലത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് കുടുംബം പോലെയാണ്. അങ്ങേക്ക് എല്ലാവർക്കും അറിയാം. ഞങ്ങളൊക്കെ പുതുതലമുറയിലെ നിയമസഭാ സാമാജികർ സാറ് തെളിച്ചു തന്ന മാതൃക ഞങ്ങളെ ഇടയ്ക്ക് വിഷമിപ്പിക്കുന്നുണ്ട്. മരണങ്ങൾക്ക് പോവുക, അതുപോലെ വിവാഹങ്ങൾക്ക് പോവുക, കുടുംബത്തിലെ എല്ലാ ചെറിയ ചടങ്ങുകളിലും പങ്കെടുക്കുക. അതൊരു ഉമ്മൻചാണ്ടിയുടെ സ്കൂളാണ്, ഉമ്മൻചാണ്ടി ഉണ്ടാക്കിയ സ്കൂളാണ്. നിയമസഭാ സാമാജികർക്കും ജനപ്രതിനിധികൾക്കും വേണ്ടി ഇടനിലക്കാരില്ലാതെ തൻ്റെ നിയോജകമണ്ഡലത്തിലെ വോട്ടർമാർക്ക് തന്നെ എപ്പോഴും സമീപിക്കാവുന്നത്. ശരിക്കും ഒരു കുടുംബ ബന്ധമല്ലേ അത്? വീട്ടിലെ ഇവരെ കാണുന്നത് പോലെ, ഭാര്യയെയും മക്കളെയും കാണുന്നത് പോലെ തന്നെയല്ലേ നിയോജകമണ്ഡലത്തിലെ ആളുകളെ കാണുന്നത്? എനിക്ക് അത് ഒരു നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്. അതിൽ ആ പ്രവർത്തനങ്ങളൊന്നും നമുക്കൊരു ഭാരമായിട്ടല്ല, നമുക്കൊരു ശക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഓരോ പ്രശ്നങ്ങൾ വന്ന് അവതരിപ്പിക്കുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഇൻവോൾവ് ആകുകയാണ്, എന്നിട്ടാണ് മറ്റു കാര്യങ്ങൾ. അപ്പോൾ അത് ഒരു നല്ല അന്തരീക്ഷം ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. സത്യത്തിൽ ആ നിയോജക മണ്ഡലത്തിനോടുള്ള അടുപ്പം, ഇപ്പോൾ കുട്ടികളൊക്കെ ആയിപ്പോഴേക്കും അദ്ദേഹം MLA തന്നെയാണ്. പക്ഷെ ഭാര്യ എന്നുള്ള നിലയിൽ വിവാഹം കഴിച്ച് ചെല്ലുന്ന സമയത്ത് ഈ നിയോജക മണ്ഡലമാണോ ഭാര്യ അല്ലെങ്കിൽ ആൻറ്റിയാണോ ഭാര്യ എന്നുള്ള സംശയം തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. അത് വകയിലൊരു 4ാമത്തെ ഭാര്യയായിട്ട് ഞാൻ വരുത്തുന്നു. 1ാം ഭാര്യ പുതുപ്പള്ളിക്കാർ, 2ാം ഭാര്യ കേരളത്തിലെ പാവപ്പെട്ട ജനങ്ങൾ, 3ാം ഭാര്യ കോൺഗ്രസ് പാർട്ടി.
നാലാം ഭാര്യയുടെ ഞാൻ വരത്തുള്ളൂ. അങ്ങനെയാണ് അല്ലേ? എപ്പോഴും അതിനൊരു പ്രയോറിറ്റി എപ്പോഴും അതാണ് കുടുംബത്തിന്. പിന്നീട് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വന്നു, അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? വേറെ നിവൃത്തിയില്ലായിരുന്നു. അല്ല, അതിനകത്ത് വേറെ റിവാർഡും ഉണ്ടല്ലോ. തീർച്ചയായും ആൾക്കാരുടെ സ്നേഹം ആർക്കും കിട്ടാതെ ഇത്രയും പ്രാർത്ഥന ആർക്ക് കിട്ടിയിരിക്കുന്നു? കറക്റ്റ്. കേരള സമൂഹം മൊത്തം പ്രാർത്ഥിച്ചില്ലേ? അതൊക്കെ ഒരു മൂത്ത മകളാണല്ലോ. ജനിക്കുമ്പോഴും ഇതാണ് കാണുന്നത്. വീട്ടിൽ മുഴുവൻ ആൾക്കൂട്ടം, എപ്പോഴും ആൾക്കൂട്ടം, അടുക്കളയിൽ വരെ ആളുകൾ വരും. എല്ലാവർക്കും അറിയാമല്ലോ, ഞങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇതൊക്കെ ലംഘിച്ചിട്ടുള്ള ആളുകളാണ്. ഒരു കുടുംബത്തിൻ്റെ പ്രൈവസി ലംഘിച്ചിട്ടുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള എല്ലാവരും. കാരണം ഇത് നമ്മുടെ വീടാണെന്ന് പറഞ്ഞാണ് കയറി വരുന്നത്. അത് നിങ്ങൾക്ക് ഒരു അസ്വസ്ഥത ഉണ്ടാക്കി കാണില്ലേ ചെറുപ്പത്തിൽ? ഒരു പ്രൈവസി ഇല്ലായ്മ ഒരു കുടുംബത്തിൻ്റെ? അങ്ങനെ തോന്നിയിട്ടില്ല. എന്ന് വെച്ചാൽ ചെറുപ്പത്തിലേ കണ്ടത് അതാണല്ലോ. അപ്പം ഇതാണ് നമുക്ക് ശീലം. ചെറുപ്പത്തിലേ കണ്ടു വളരുന്നതാകുമ്പോൾ പിന്നെ നമുക്കൊരു ഡിഫറൻസ് തോന്നത്തില്ല. അപ്പം അത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഭാഗമായിട്ടാണ്. അതെ 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 സാറേ, ഞാൻ സാറിനെ ഏറ്റവും ശ്രദ്ധിച്ചിട്ടുള്ളത് അടുത്ത് നിന്നും ദൂരെ നിന്നും. ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പരാതികൾ അല്ലെങ്കിൽ പരിഭവങ്ങൾ, പെറ്റീഷനുകൾ നേരിട്ട് വാങ്ങിച്ചതിൻ്റെ ഒന്നാം സ്ഥാനം സാറിനായിരിക്കും, ഒരു സംശയമില്ല. വേറെ രണ്ടാമതൊന്നും ഒരു രാഷ്ട്രീയ നേതാവും വരത്തില്ല. സാർ ഇത് കിട്ടുമ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്, പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാം. ഒരു പേജുള്ള പരാതിയാണെങ്കിലും 2 പേജുള്ള പരാതിയാണെങ്കിലും 5 പേജാണെങ്കിലും 10 പേജാണെങ്കിലും സാർ ഒരു നോട്ടം നോക്കും, അതിൻ്റെ വാലും തലയും നോക്കും. ചിലപ്പോൾ പേജ് ഇങ്ങനെ മറിക്കും. നിമിഷ നേരം കൊണ്ട് അതിനകത്തുള്ള കണ്ടൻറ് എന്താണെന്ന് സാറ് മനസ്സിലാക്കും. ചിലപ്പോൾ വളരെ പ്രധാനപ്പെട്ട 1-2 ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അവർ ഉത്തരം പറയും. അതോടുകൂടി ഇപ്പോൾ വേറെ പലർക്കും ഇത് മുഴുവൻ ഇരുന്ന് വായിക്കാൻ പറ്റാത്തതുകൊണ്ട് അവരത് മാറ്റിവെച്ച് പിന്നെ പറയാം എന്ന് പറയും. സാറ് ഇമ്മീഡിയറ്റ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് ഇടപെടുന്നത്. അതെങ്ങനെയാണ്? ഈ അനുഭവം കൊണ്ടാണോ, എക്സ്പീരിയൻസ് കൊണ്ടാണോ? അസാമാന്യമായ കോമൺ സെൻസാണ് അത്തരം സ്ഥലങ്ങളിൽ സാർ അപ്ലൈ ചെയ്യുന്നത്. സാറിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ അതാണ്. പെട്ടെന്ന് പിന്നെ സമാനമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തുള്ള അനുഭവങ്ങളുണ്ടാവും. ഇത് പെട്ടെന്ന് കൈകാര്യം ചെയ്യും. എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്കൊരു വിസ്മയമായിട്ടാണ് തോന്നിയിരിക്കുന്നത്. എന്നെക്കൊണ്ട് ഇപ്പോഴും കഴിയുന്നില്ല. ഞാൻ ഈ കിട്ടിയാൽ പെറ്റീഷൻ വായിക്കുന്നതോടൊപ്പം ഇടയ്ക്ക് ഓരോ ചോദ്യങ്ങളും അവരോട് പറയും. അവരതിൻ്റെ മറുപടി പറയുമ്പോൾ കേൾക്കുകയും ചെയ്യും. അതേ സമയത്ത് ഇത് ഒന്ന് നോക്കി വായിക്കുകയും. അപ്പം എന്താണ് അവരുടെ ആവശ്യം? ആ ആവശ്യം ന്യായമാണോ അല്ലയോ? എനിക്കിപ്പോൾ ഏത് പെറ്റീഷൻ കിട്ടിയാലും പോസിറ്റീവായിട്ടൊരു നടപടി എടുക്കണമെന്ന് എൻ്റെ ആഗ്രഹം, എൻ്റെ ഉള്ളിലുള്ള വികാരമാണ്. ചില കാര്യങ്ങൾ നമുക്കൊരു നിവൃത്തിയില്ലാതെ വരും. എന്നാലും എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ ഇത് നോക്കും. ഇവരോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് അവരിൽ നിന്നുള്ള മറുപടിയും കേട്ടോണ്ടാണ് നോക്കുന്നത്. അപ്പം പെട്ടെന്ന് എനിക്കിത് നടക്കുന്ന കാര്യമല്ല, നടത്തേണ്ട കാര്യമാണ്. നടത്തേണ്ട കാര്യത്തിന് ഇന്ന തടസ്സങ്ങളുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനുള്ള നടപടികളാണ് എടുക്കുന്നത്. അപ്പം നമ്മളൊരു കാര്യത്തിൽ ഇൻവോൾവായി കഴിയുമ്പം നമ്മൾ എങ്ങനെയാണ് പറഞ്ഞയക്കുക എന്നുള്ളതല്ല, എങ്ങനെ നമുക്ക് ഇയാൾക്ക് ചെയ്യാൻ പറ്റും. ഒരു വിധത്തിലും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ഞാൻ കുറച്ച് കൂടുതൽ സമയമെടുത്ത് അവരോട് സംസാരിക്കും, ബോധ്യപ്പെടുത്തി കൊടുക്കും. കാരണം നമുക്ക് ഇദ്ദേഹം ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യം ആ കുടുംബത്തെ സംബന്ധിച്ച്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യമാണ്. നമുക്കിപ്പം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. അപ്പം നമുക്ക് സാങ്കേതികത്വം പറഞ്ഞങ്ങോട്ട് തള്ളിയാൽ അവർ വളരെ നിരാശയോടുകൂടിയായിരിക്കും പോകുന്നത്. അപ്പം ചെയ്യാവുന്നതാണ് എത്രയും വേഗം ചെയ്യും. ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ ഞാൻ കുറച്ചുകൂടെ സമയമെടുത്ത് അവരെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷേ അധികം പേർക്കൊന്നും ബോധ്യപ്പെടുത്തില്ല. അപ്പം പിന്നെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ ശ്രമിക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം ജനകീയ സമ്പർക്ക പരിപാടി എല്ലാം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയിട്ട് 14 ജില്ലകളിലും കഴിഞ്ഞിട്ട് ആദ്യം ചെയ്തത് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിയമങ്ങളും അതിൻ്റെ ഉത്തരവുകളും മാറ്റി, എനിക്ക് തോന്നുന്നു നിരവധി 100 കണക്കിന് ഉത്തരവുകൾ മാറ്റി പുതിയ ഉത്തരവുകൾ ഇറക്കുകയാണ് ചെയ്തത്. ഈ സാധാരണക്കാരായ ആളുകൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നതിന് തടസ്സമായി നിൽക്കുന്ന നിയമങ്ങളും ചട്ടങ്ങൾക്കും ഭേദഗതി വരുത്തിക്കൊണ്ടുള്ള ഒരു വലിയ വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കി. അത് എത്രമാത്രം ഈ വിഷയങ്ങളിൽ അങ്ങ് ഇൻവോൾവ് ചെയ്തിരുന്നു എന്നതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ്. മനസ്സിലായി ഇതാണ് തടസ്സമായി ഈ വിഷയത്തിൽ നിൽക്കുന്നത്. ഓരോ പിന്നെ ആഴ്ചയിലെയും ജനസമ്പർക്ക പരിപാടി കഴിഞ്ഞാൽ
പിന്നെ അടുത്ത ക്യാബിനറ്റിൽ അവിടെ നിന്ന് കിട്ടുന്ന അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ നോട്ടുണ്ടാക്കി തീരുമാനിക്കും. ഇപ്പം ഞാനൊരിക്കൽ സംസാരിക്കുമ്പം റേഷൻ കാർഡ് വേണം. അത് ജനസമ്പർക്ക പരിപാടിയല്ല, നിവേദനം കിട്ടിയതാണ്. പിന്നെ വേണം. അപ്പോൾ ഞാൻ എന്താ തടസ്സം? റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവകാശമല്ലേ, ഒരാളുടെ അവകാശമാണ്. എന്താ കിട്ടാത്തത്? അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് വന്നേച്ച് പറഞ്ഞു, ഇവർക്ക് കേരളത്തിൽ വേറെ ഒരിടത്തും റേഷൻ കാർഡ് ഇല്ലെന്നുള്ള സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഇന്ന് കൊടുക്കാനൊക്കത്തില്ല. ഞാൻ ചോദിച്ചു, ഈ പാവപ്പെട്ടവർ എവിടെ പോയി മേടിക്കാനത്? ആര് കൊടുക്കാനാ? ആരെങ്കിലും റിസ്ക് എടുക്കുമോ? അപ്പം ഞാൻ അന്നേരം ഞാൻ പറഞ്ഞു, ഞാനൊരു നിർദ്ദേശം വെക്കുകയാണ്, തടസ്സമുണ്ട് ഇപ്പം പറഞ്ഞോണം. അതായത് ആര് പിന്നെ റേഷൻ കാർഡിന് അപേക്ഷിച്ചാലും ഇമ്മീഡിയറ്റായിട്ട് റേഷൻ കാർഡ് കൊടുക്കുക. നിങ്ങൾ 3 മാസമോ 6 മാസമോ എടുത്ത് അന്വേഷിച്ച് ഈ ആൾക്ക് അർഹനല്ലെങ്കിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്തു, ഒരു പ്രശ്നവുമില്ല. നമുക്ക് 3 മാസത്തെ 6 മാസത്തെ അരിയല്ലേ കൊടുക്കുന്നത്, ഈ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം മുഖ്യമന്ത്രിയായി ആദ്യത്തെ 100 ദിവസത്തെ പരിപാടിയാണ്. 3 ലക്ഷത്തിലധികം ഈ 3 മാസത്തിനിടയിൽ ഇഷ്യൂ ചെയ്തു. കാരണം അല്ല ഇവരെവിടെ പോയി മേടിക്കും? സത്യമാണ്. കാരണം അച്ഛൻ്റെയോ അമ്മയുടെ കൂടെ അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട വീട്ടിൽ പുതിയതായിട്ട് വന്നിരിക്കുക, അവർക്ക് നിസ്സാരമായ സാങ്കേതികത്വം പറഞ്ഞ് അത് നിഷേധിക്കുകയാണ്, കിട്ടുന്നില്ല, മറികടക്കാം. ഇപ്പം ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു 10-500 പേരുണ്ടാവുമല്ലോ, മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ആളുകളുണ്ടാവും. ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട്, ഒരുപാട് പേര് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ തന്നെ ഒരിക്കൽ അങ്ങയുടെ ഒരു കാര്യം പറഞ്ഞു, കേട്ടു. പക്ഷെ എനിക്കൊരു സന്തോഷമായില്ല. കാരണം ഇത്രയും ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്നാണ് കേട്ടത് എന്ന് വിചാരിച്ചൊരു മനസ്സിന് പ്രയാസമായിട്ട് ഞാൻ പോയത്. പക്ഷേ ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് എറണാകുളത്ത് വെച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വെച്ച് സംസാരിച്ച കാര്യത്തിൻ്റെ സ്റ്റാറ്റസ് എന്നോട് പറഞ്ഞു തന്നു. ഞാനൊരു വികസന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ഫയലിൻ്റെ കാര്യമാണ് സംസാരിച്ചത്. 500 പേരുടെ ഇടയിൽ നിന്നാണ് കേട്ടത്. ഞാനൊരു അതിശയോക്തി പറയല്ല, 500 പേരിൽ കൂടുതലുണ്ട് അന്ന് അവിടെ ഉണ്ട്. പക്ഷേ ഇത് ഇത്രയും ആളുകൾ വന്ന് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് ഓർത്തു വെച്ച് പിന്നീട് എന്നെ കാണുമ്പോൾ ആ ഒരു ഫയലിൻ്റെ ഒരു സ്റ്റാറ്റസ് അപ്പം എന്താണ് അതിൻ്റെ സ്ഥിതി എന്ന് കൃത്യമായി പറയാം. ഞാൻ സത്യത്തിൽ ഷോക്കായിപ്പോയി. നമുക്കൊന്ന് സ്വപ്നം കാണാൻ പറ്റാത്തതാണ്. ഞാൻ ചോദിച്ചു, ഇത് കമ്പ്യൂട്ടറാണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. കാരണം അത് അതുപോലെ റെക്കോർഡ് ചെയ്ത് ആ ആളെ കാണുമ്പോൾ കമ്പ്യൂട്ടർ സിഗ്നൽ തരുവാണ്. നമ്മുടെ ഒരു സൂപ്പർ ഹ്യൂമൻ കമ്പ്യൂട്ടറാണ് നമ്മുടെ മസ്തിഷ്കം എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഈ ഒരു സൂപ്പർ ഹ്യൂമനായി പ്രവർത്തിക്കുന്ന തരത്തിൽ ഇത് ഓർത്തു വയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഒരു രഹസ്യം. ഞാനത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്ന ഏറ്റവും അടുത്ത അവസരത്തിലൊന്ന് നോട്ട് ചെയ്യും, ഇഷ്യൂസ് മാത്രം. അപ്പോൾ അത് സംബന്ധിച്ച് എന്തെങ്കിലും ചിലപ്പോൾ സംശയം തോന്നും. അപ്പം ആ ഇഷ്യൂ മാത്രമല്ല, ഇഷ്യൂ പറഞ്ഞ ആളുടെ പേരും എഴുതി വെക്കും. അപ്പം ചിലപ്പോൾ സംശയം തോന്നിയ പിന്നെ പ്രധാനപ്പെട്ട ആളാണെങ്കിൽ ഞാൻ നേരിട്ട് വിളിക്കും, അല്ലെങ്കിൽ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്താണെന്നുള്ളത് തിരക്കിയിട്ട് ഞാനതൊന്ന് ഇതാക്കും. എന്നിട്ട് അവരെ അറിയിക്കാനായിട്ടുള്ള ശ്രമങ്ങളാണ് നടത്തുക. കാരണം ഒരു ഇൻവോൾവ്മെൻറ്റ് ആ ഓരോ ഇഷ്യൂവിലും നമുക്കുണ്ടാകണമെന്ന് നിർബന്ധമാണ്. അതല്ലെങ്കിൽ നാളെ നമ്മൾ ആൻസറബിളാണ്, നമുക്ക് റിസൾട്ടില്ല. മറ്റേത് നമ്മളെ കാണാൻ വരുന്നത് വലിയ പ്രതീക്ഷയിലാണ്, യെസ് ഓർ നോ. അത് യെസ് കൂടണമെന്നാണ് എൻ്റെ ആഗ്രഹിക്കുന്നത്. പക്ഷെ എല്ലാം യെസ് ആകത്തില്ല. പക്ഷെ നോ ആണെങ്കിലും അത് അവർക്ക് ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന ബുദ്ധിമുട്ട് മനസ്സിൽ റെക്കോർഡ് ചെയ്ത് വെക്കുകയാണ്. അത് വെച്ച് ഞാൻ എഴുത്തിലേക്ക് ചിലപ്പം ഞാൻ യോഗത്തിലേക്ക് പോകുന്ന സമയത്ത്, ഒരു യോഗത്തിലേക്ക് പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു കോൺഫറൻസിന് പോകുന്ന സമയത്താണെങ്കിലും ഞാൻ അവിടെ ചെന്ന് ആദ്യം ചെയ്യുന്നത് ഇത് നോട്ട് ചെയ്യുക, പിന്നെ ഇന്നത് വെച്ച് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പോൾ മനസ്സിലാക്കുന്ന രീതിയാണ്. പുള്ളിക്ക് ഒരു സമയത്തെ സാധാരണ ആൾക്കാരെ പോലെ 5-8 കാര്യങ്ങൾ ഒന്നിച്ച് ഞാൻ പറഞ്ഞത് അതാണ്. ഒരുപാട് കണ്ണും ഒരുപാട് കാതും അസാമാന്യമായ മെമ്മറി പവർ അനുഭവം. പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും
പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞതാണ്. അതിൻ്റെ അകത്ത് ഇൻവോൾവ്മെൻ്റ് ആണ്, വിഷയങ്ങളിലുള്ള ഇൻവോൾവ്മെൻറ്റ്. ഒരാൾ പറയുമ്പോൾ ആ വിഷയത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. അതുകൊണ്ടാണ് അത് ഓർത്തു വയ്ക്കാനും അത് ശ്രദ്ധിക്കാനും പിന്നീട് അതിന് പരിഹാരം ഉണ്ടാക്കാനും കഴിയുന്നതാണ് എനിക്ക് അത് തോന്നുന്നത്. തീർച്ചയായും എടറോഡ്, കേരളത്തിൽ സകല എടറോഡ് വരെ അറിയാം. ഓർത്ത് വെച്ച് അത്രയും പ്രാവശ്യം യാത്രയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മൊബിലിറ്റി ഉള്ള ഒരാളാണ്. എല്ലാ വഴികളിൽ കൂടിയും, കേരളത്തിൻ്റെ എല്ലാ വഴികളിൽ കൂടിയും യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ കാരുണ്യ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടത്. ഇപ്പോൾ ആലുവയിൽ വെച്ച് ഹീമോഫീലിയ രോഗികളുടെ ഒരു യോഗത്തിൽ വെച്ച് ഞാനും അൻവർ സാദത്തും കൂടിയാണ് ഹീമോഫീലിയ രോഗികളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അവിടെ വെച്ച് തന്നെ ഡിക്ലെയർ ചെയ്തു അവരുടെ മരുന്ന് മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഭയങ്കര ചിലവേറിയ സംഭവമാണ്. അത് ഉടനെ തന്നെ ഒരു തീരുമാനമെടുത്തു. പിന്നീട് വന്നു ഞാൻ തന്നെ നിയമസഭയിൽ ഈ 5000 രൂപയുടെ ക്യാൻസറിൻ്റെ മരുന്ന് 50,000 രൂപയ്ക്ക് മേടിക്കുന്നു. ഫെയ്റ്റലായിട്ടുള്ള മരുന്നുകളെല്ലാം കൊള്ള ലാഭം ഉണ്ടാക്കുന്നു. അതുകൊണ്ട് സർക്കാർ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ വഴി അത് കമ്പനികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് മരുന്ന് വാങ്ങിച്ച് സർക്കാരിൻ്റെ തന്നെ ഔട്ട്ലെറ്റിൽ കൂടി കൊടുക്കണം എന്ന് പറഞ്ഞൊരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു. സത്യത്തിൽ മുഖ്യമന്ത്രിക്കല്ല കൊടുത്തത്, കോളിംഗ് അറ്റൻഷൻ കൊടുത്തത് ആരോഗ്യമന്ത്രിക്കാണ്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം എന്നെ ചേംബറിലേക്ക് വിളിച്ചു. എന്നിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു, എങ്ങനെയാണ് ഇതെന്ന് ചോദിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കാരുണ്യ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്ന ഒരു പുതിയ സംവിധാനം കേരളത്തിലുണ്ടായി. ഏറ്റവും വില കൂടിയ മരുന്നുകൾ ഏറ്റവും കൂട്ടി വില വാങ്ങിച്ച് സാധാരണക്കാരായ രോഗികളെ ചൂഷണം ചെയ്യുന്നതിനെതിരായിട്ടുള്ള സർക്കാരിൻ്റെ വലിയൊരു ഇൻ്റർവെൻഷനായി അത് മാറി. ഇങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ഇതുപോലുള്ള കാര്യങ്ങളിലാണെങ്കിലും പറയുമ്പോൾ തന്നെ അത് പെട്ടെന്ന് മനസ്സിലാക്കിയത് നടപടി സ്വീകരിക്കാൻ. ഇപ്പോൾ ഞാൻ സാറ് പറയുന്നത്, ഇപ്പോൾ കുടുംബവും കൂടി സാറിൻ്റെ കൂടെ ഇരിക്കുകയാണ്. ഈ മനുഷ്യരുടെ മുഴുവൻ പ്രാർത്ഥന, ഇപ്പം ഞാൻ തന്നെ എന്നോടൊരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഒരു ചുമട്ടുകാരനെ കൂടി കൊണ്ടുവരായിരുന്നില്ലെന്ന്. കാരണം ആളുകളുടെ ഈ ചികിത്സാ സഹായത്തിന് വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകളെ ചികിത്സാ സഹായം, അപ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോജക മണ്ഡലങ്ങളിൽ ആരാണ് മുമ്പിൽ നിന്ന് ഞങ്ങൾക്ക് സാറിൻ്റെ അടുത്ത് ചെന്നാൽ സാറിനെ ബോധ്യപ്പെടുത്തിയാൽ അത് തരുമായിരുന്നു. ഈ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥന തീർച്ചയായിട്ടും സാറിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം ഉണ്ടാവില്ല. കുടുംബത്തിന് കൂടി അതിൻ്റെ പുണ്യം. നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ ഒരുപാട് അവസരങ്ങൾ അദ്ദേഹത്തോടൊപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഈ ആളുകളുടെ സ്നേഹവും ആളുകളുടെ പ്രാർത്ഥനയും തീർച്ചയായിട്ടും നിങ്ങൾക്കും അതുണ്ടാകും. അത് സാറേ, അത് നമുക്കൊരു ജന്മസിദ്ധമായി കിട്ടിയതാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കിട്ടിയതാണോ? അതെല്ലാവരും അങ്ങനെ ചെയ്യില്ലല്ലോ, വളരെ കുറച്ച് ആളുകളെ അങ്ങനെ ചെയ്യുള്ളൂ. ചിലപ്പോൾ നമുക്കതൊരു ജനറ്റിക്കായിട്ട് തന്നെ നമ്മുടെ ഒരു കുടുംബപരമായിട്ട് വരുന്നതാകാം. ഇങ്ങനെ തോന്നാൻ ആളുകൾ എത്ര പരാതികളാണ് നമ്മൾ കേൾക്കുന്നത്. ഇത്തരം കാര്യത്തിൽ പൊതുവായ തീരുമാനങ്ങൾ ഉണ്ടാകുക. ഞാനീ പറഞ്ഞ 2-3 തീരുമാനങ്ങൾ എന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് പ്രയോജനം കിട്ടിയത്. ഇൻഡിവിജ്വലായിട്ടുള്ള കേസും അറ്റൻഡ് ചെയ്യും, ഇതുപോലത്തെ പൊതുവായിട്ടുള്ള കാര്യങ്ങളും ചെയ്യും. അതെങ്ങനെയാണ് അതിനൊരു മനസ്സൊരുക്കാൻ കഴിയുന്നത് തിരക്കിനിടയിൽ? കാരണം ഞാൻ പറഞ്ഞത് തന്നെയാണ് ഇൻവോൾവ്മെൻറ്റ്. യെസ്. പിന്നെ നമുക്ക് നമ്മുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങളിൽ പരമാവധി ആക്കണം, കുറച്ചേ ആകാവൂ എന്ന നിർബന്ധമുണ്ട്. ഇപ്പോൾ ഹീമോഫീലിയയുടെ പറഞ്ഞത് വളരെ ജെന്യുവൻ പ്രശ്നമാണ്. ജീവൻ നിലനിർത്തണമെങ്കിൽ ഈ മരുന്ന് കഴിക്കണം. ജീവിതകാലം മുഴുവൻ എന്ന് മരുന്ന് നിർത്തുന്നോ തുടർന്ന് മരണമാണ്. അപ്പം അത് വളരെ പാവപ്പെട്ടവരുമാണ് ഇതാണ്. അപ്പം ആദ്യം 1 ലക്ഷം രൂപയായിരുന്നു, അത് 2 ലക്ഷമാക്കി, 3 ലക്ഷമാക്കി. 3 ലക്ഷം കഴിഞ്ഞപ്പോഴാണ് നിങ്ങൾ ഈ പ്രശ്നം ഉന്നയിക്കുന്നത്. അപ്പോൾ അവിടെ തന്നെ അമ്മമാർ നിൽക്കുക, ഞങ്ങളുടെ ലിമിറ്റ് തീരാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇമ്മീഡിയറ്റായിട്ട് ജീവിതകാലം മുഴുവൻ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ടുള്ള ഓർഡർ അന്ന് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? അപ്പം ഞാൻ ആരോഗ്യ പ്രശ്നത്തെ കാണുന്നത് വെറും ആരോഗ്യ പ്രശ്നം മാത്രമല്ല, ഒരു സോഷ്യൽ ടെൻഷൻ കൂടിയാണ്. കാരണം ഈ ഹീമോഫീലിയ മരുന്ന് കഴിക്കാൻ കഴിവുള്ളവൻ ജീവിക്കുന്നു, മരുന്ന് കഴിക്കാൻ കഴിവില്ലാത്തവൻ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ആ കുടുംബത്തിൻ്റെ ഫീലിങ്? സൊസൈറ്റിയിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് ഇതല്ലേ. അപ്പം ആരോഗ്യ പ്രശ്നം ഒരു സോഷ്യൽ ഇഷ്യൂ കൂടി ആണ്. എൻ്റെ അഭിപ്രായത്തിൽ ഇനി നമ്മുടെ രാജ്യത്തൊരു റൈറ്റ് വരികയാണെങ്കിൽ റൈറ്റ് ടു ഹെൽത്ത് ആണ് 100%. വേറെ ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ചികിത്സാ സൗകര്യം എല്ലാ കുടുംബങ്ങൾക്കും ബാധകമാക്കണം, എല്ലാവർക്കും ലഭ്യമാക്കണം. അത്
കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ആണെങ്കിലും ഹീമോഫീലിയ ആണെങ്കിലും ക്യാൻസർ രോഗമാണെങ്കിലും എല്ലാവർക്കും അത് ഉറപ്പുവരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ക്രൈസിസുകൾ ഉണ്ടാകാറുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. രാഷ്ട്രീയത്തിലാണെങ്കിൽ നമ്മൾ വളരെ സമാധാനമായിട്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു പുതിയ പ്രതിസന്ധി ഉണ്ടാകുക. ഭരണത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അല്ലെങ്കിൽ മന്ത്രിയായിട്ടിരിക്കുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായ പ്രതിസന്ധികൾ കടന്നു വരും. ഇപ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ച് മുന്നണി രാഷ്ട്രീയമാണ്. ആ മുന്നണി രാഷ്ട്രീയത്തിലും നിരവധിയായ പ്രതിസന്ധികളുണ്ടാകും. ഈ ക്രൈസിസ് മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിലൊരു കലയാണ്. സാർ ആ കാര്യത്തിൽ എല്ലാവരേക്കാളും മുന്നിലാണ്. കാരണം ഇത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ തമ്മിൽ തർക്കങ്ങളുണ്ടാവും. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ വാർത്തകളെ പുറത്തു വരും, IAS തമ്മിൽ തർക്കം, ചിലപ്പോൾ IAS IPS തമ്മിൽ തർക്കം. സാർ ഇതൊക്കെ പരിഹരിക്കുന്നതിനുള്ള ഒരു ഞങ്ങൾ പറയുന്ന സാറിൻ്റെ ഒരു മൊഡ്യൂൾ ഉണ്ടെന്നാണ്. ഇതിനൊക്കെ പരിഹരിക്കാൻ പറ്റിയൊരു മൊഡ്യൂൾ കൈവശം ഉണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള സമ്മേളനം, ഉദ്യോഗസ്ഥനാണെങ്കിൽ ഉദ്യോഗസ്ഥൻ, രാഷ്ട്രീയ നേതൃത്വമാണെങ്കിൽ ആണ്, അല്ലെങ്കിൽ ഭരണവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ അങ്ങനെ. ഈ ക്രൈസിസ് മാനേജ്മെൻറ്റിൽ എങ്ങനെയാണ് സാർ അത് കൈകാര്യം ചെയ്യുന്നത്? ഇതൊക്കെ കുറേ രഹസ്യങ്ങളാണ്, കുറച്ച് പുറത്തുകൂടി വരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ നമ്മുടെ ഒരു സ്വഭാവത്തിൽ തന്നെ ഉള്ളതാണ്. ആരെയും ദ്രോഹിക്കാനോ ആരെയും ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആരെയും ഇൻസൾട്ട് ചെയ്യാനോ ഒന്നും ഞാൻ ആകത്തില്ല. എല്ലാവരുമായിട്ട് നല്ല ബന്ധം. കാരണം ഞാൻ എപ്പോഴും കാണുന്നത്, ഒരു വ്യക്തി നമ്മളോടൊരു തെറ്റ് ചെയ്താലും നമുക്കൊരു പ്രതികാരം തോന്നത്തില്ല. കാരണം ആ വ്യക്തിക്ക് പുറകിലൊരു കുടുംബമുണ്ട്, ആ വ്യക്തിക്ക് പുറകിലൊരു സുഹൃത്ത് വലയം ഒക്കെ കാണും. അപ്പം നമ്മൾ ചെയ്താൽ അവരെ കൂടി ബാധിക്കും. മറ്റേത് നമ്മൾ എത്ര ന്യായമാണുണ്ടെങ്കിലും ചെയ്യുമ്പോൾ അത് ബാധിക്കും. അപ്പം കഴിയുന്നത്ര അത് ചെയ്യാതെ എല്ലാവരുമായിട്ട് നല്ല ബന്ധത്തിൽ മുമ്പോട്ട് പോകും. അപ്പോൾ ആ ബന്ധം തന്നെയാണ് എനിക്ക് ഏത് പ്രശ്നത്തിലും ഇടപെടാനും ശക്തിയാവുന്നത്, ഒരു അവരുമായിട്ടുള്ള ഇൻറ്റിമസി. അപ്പോൾ അവരിലൊരാൾക്ക് പോലും എന്നോടൊരു പരിഭവം ഉണ്ടാകാം. പരിഭവം ഉണ്ടെങ്കിൽ ആ പരിഭവം അവിടെ നിൽക്കും. നേരെ മറിച്ച് ആ ഒരു നല്ല ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോഴേക്കും നമുക്ക് ഏത് അവരെ സ്വാധീനിക്കാനും ബന്ധപ്പെടാനും സ്നേഹപൂർവ്വമായി നിർബന്ധിക്കാനും. അപ്പം നമുക്ക് തന്നെ ഒരു കുറ്റബോധമില്ലാതെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവരെ നിർബന്ധിക്കാം, അവരുമായിട്ട് അടുത്ത ബന്ധത്തിൽ നിൽക്കാം. നേരെ മറിച്ച് അവരെ ദ്രോഹിക്കുകയും അവരെ ഇൻസൾട്ട് ചെയ്യുകയും ചെയ്തിട്ടുള്ള സംഭവം ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ നമ്മൾ പറയുന്നത് കേൾക്കണമെന്നില്ല. നമുക്ക് പറയാനും ഒരു പരിമിതി വരും, അങ്ങനെയുള്ളത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനപ്പം മറ്റു പലരിൽ നിന്ന് വ്യത്യസ്തനാണ്. ഞാനപ്പം ആരെങ്കിലും ഒരു തെറ്റ് പറഞ്ഞാലും അവർക്ക് മറുപടി കൊടുക്കുന്ന വാചകങ്ങളൊക്കെ വളരെ ലിമിറ്റഡ് ആയിരിക്കും, ആരെയും കുറ്റപ്പെടുത്താത്ത ഒന്നായിരിക്കും. പിന്നീടും അത് ആ ബന്ധങ്ങൾ തുടരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ്. അന്നത്തോണ്ട് ക്ലോസ് ചെയ്യില്ല എന്നെയൊന്നും പോലെ. അല്ല, അതൊരു വേറെ അതാണ്, അത് മനസ്സിൽ അതുണ്ട്. അപ്പോൾ അത് പിന്നീട് അത് ആ വിഷയങ്ങൾ കൈകാര്യം സമയത്ത് നമ്മൾ അവരോട് വളരെ സ്നേഹപൂർവ്വമായി സംസാരിച്ച് കാര്യം മനസ്സിലാക്കി, ന്യായങ്ങൾ മനസ്സിലാക്കി ഇരുത്തുകയും നമ്മൾ ഒരു നിർണായകമായ സമയത്ത് നമുക്ക് അവർക്കൊരു ആവശ്യം വീണ്ടും നമ്മുടെ ഭാഗത്തു നിന്നൊരു സഹായം ഉണ്ടാകും എന്നുള്ളൊരു തോന്നലും, അത് അത്രയും പ്രശ്നങ്ങൾ തീർക്കാൻ നമ്മളുടെ വിശ്വാസം ആണ് അല്ലേ? നമ്മളൊരു വിശ്വാസം ഉണ്ടാക്കിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. സാറേ, ഭരണപരമായ കാര്യങ്ങൾ അതുപോലെ തന്നെയാണ്. അതും ഒരു ആർട്ടാണല്ലോ യഥാർത്ഥത്തിൽ. കാരണം നിരവധി ആളുകളെ നമ്മൾ ഒരുമിപ്പിച്ച് നിർത്തുക. ഇപ്പോൾ സാധാരണ വകുപ്പുകളിലൊന്നും അങ്ങനെ അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ വകുപ്പുകളിലൊന്നും അങ്ങനെ ഇടപെടില്ല. അങ്ങനെ ഇടപെട്ടാൽ തന്നെ അങ്ങനെ ഇടപെടേണ്ടത് എന്നുള്ളൊരു ധാരണ പുറത്തു വരത്തില്ല. അങ്ങനെയൊക്കെയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ മന്ത്രിസഭ കൊണ്ടുപോയത് ചെറിയ ഭൂരിപക്ഷത്തിലാണ് കൊണ്ടുപോയത്. അത് തന്നെ എല്ലാവരും പറഞ്ഞല്ലോ, തുടക്കത്തിലേ പറഞ്ഞ് ഏതെങ്കിലും ഒരാൾ മൂത്രമൊഴിക്കാൻ അസംബ്ലിയിൽ നിന്ന് പുറത്തു പോയാൽ പ്രതിപക്ഷ നേതാവ് തന്നെ
ഈ മന്ത്രിസഭ താഴെ വീഴും എന്ന് പറഞ്ഞു. പക്ഷെ മന്ത്രിസഭയ്ക്ക് പ്രതിസന്ധി ഉണ്ടായ ഒരു ഘട്ടവും ആ 5 വർഷക്കാലത്തിനിടയിൽ ഉണ്ടായില്ല. അപ്പോൾ ഇത്രയും ഘടകകക്ഷികൾ, ചെറിയ പാർട്ടികളുണ്ട്, വലിയ പാർട്ടികളുണ്ട്, MLA-മാർ ഉണ്ട്, പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, പലരുടെയും താല്പര്യങ്ങൾ, താല്പര്യങ്ങളിൽ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടാകും, കോൺട്രഡിക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ ഉപയോഗിച്ചിരുന്നത് ഏത് രീതിയാണ് ഇങ്ങനെ ഉപയോഗിച്ചിരുന്നത്? അതങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു വലിയ ആത്മവിശ്വാസം തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു, ഇത് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളത്? അത് എനിക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. കാരണം എല്ലാവരുമായിട്ടുള്ളൊരു നല്ല ബന്ധത്തിലാണ് നമ്മൾ പോകുന്നത്. അപ്പം അവരെ നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായാലും ആ അഭിപ്രായ വ്യത്യാസങ്ങളുടെ ഗ്രാവിറ്റി അനുസരിച്ച് ഉള്ള പ്രശ്നത്തിൽ നിർത്താം. അതൊരു ബ്രേക്കിംഗ് പോയിന്റിലേക്ക് പോകാതിരിക്കാനുള്ള അവരുമായിട്ടുള്ള ആ ഒരു അടുത്ത ആത്മബന്ധം നമുക്ക് സാധിക്കുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. ഇതെല്ലാം നമ്മുടെ ഓരോ പ്രശ്നത്തോടും നമ്മുടെ സമീപനത്തെ ആശ്രയിച്ചിരിക്കും. നമ്മൾ ഏകപക്ഷീയമായി പിന്നെ ധിക്കാരപരമായി അഹങ്കാരത്തോടു കൂടി ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല. മറിച്ച് നമ്മുടെ സ്നേഹത്തോടും അവരെ കൂടി അംഗീകരിച്ചുകൊണ്ടും, രാഷ്ട്രീയത്തിലും ഭരണരംഗത്തും വലിയൊരു ഘടകം അംഗീകാരം. എല്ലാം ഞാനാണ്, ഞാൻ ബാക്കിയുള്ളവരൊന്നുമല്ല എന്ന ഭാവമൊക്കെ നടിച്ചാൽ നമുക്ക് പെട്ടെന്നായിരിക്കത്തില്ല, ചിലപ്പം പിന്നീട് എപ്പോഴെങ്കിലും ആയിരിക്കും അതിന് തിരിച്ചടി വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ എല്ലാവർക്കും ഷെയർ കൊടുക്കണം, എല്ലാവർക്കും ക്രെഡിറ്റിൻ്റെ പങ്കാളിത്തം അത് അവർക്ക് തോന്നണം അവരുടെയും കൂടി ഭാഗമാണ്. അപ്പോൾ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരും. അതൊക്കെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പലപ്പോഴും തർക്കങ്ങളുമൊക്കെ വരുന്നത് ആ ഈഗോ, ഞാനെന്നുള്ള ആ ഒരു ചിന്ത, അത് വേറൊരാൾക്കും അവകാശപ്പെട്ടതല്ല എന്നൊക്കെ പറയാം. അത് ശരിയല്ല. നമ്മളതിൻ്റെ അംഗീകാരം കൊടുക്കേണ്ടവർക്ക് കൊടുത്തിരിക്കണം, മാനിക്കേണ്ടവർ മാനിച്ചിരിക്കണം. അപ്പം അതിൻ്റെ റിസൾട്ട് നമുക്ക് വേറൊരു അവസരത്തിലായിരിക്കും അത് നമുക്ക് വരുന്നത്. ഇപ്പോൾ ചില ഞാൻ പറഞ്ഞല്ലോ, ഔചിത്യത്തിൻ്റെ പേരിൽ, പ്രൊപ്പറൈറ്റിയുടെ പേരിൽ, അല്ലെങ്കിൽ മര്യാദയുടെ പേരിൽ മറ്റു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പോലും മറ്റു വകുപ്പുകളിലൊന്നും ആവശ്യമില്ലാതെ ഇടപെടില്ല. പക്ഷെ അത്ര ഇടപെടാതെ ഇരുന്നത് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിൻ്റെ അപ്പുറത്തേക്ക് പോയി കാര്യങ്ങൾ വഴിവിട്ടു പോകുന്ന രീതിയിലേക്ക് വന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ട്. അതങ്ങനെ ചെയ്യാൻ, അങ്ങനെ ഞാൻ ചെയ്തത് ശരിയായില്ല, ഞാൻ ഒന്നും കൂടി ചെയ്യണമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഞാനൊരു ഏതെങ്കിലും ഒരു ഇഷ്യൂലല്ല ഞാൻ ചോദിക്കുന്നത്, ജനറലായിട്ടുള്ള പ്രശ്നങ്ങളിൽ ചിലപ്പോൾ നമുക്കത് കുറച്ചുകൂടി ഞാനത് ഇടപെട്ടതൊന്ന് നിയന്ത്രിക്കേണ്ടതായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? മര്യാദയുടെ പേരിൽ കാണിച്ച ഒരു സംഭവം. അങ്ങനെ ആരും ഒരു മിസ്യൂസ് ചെയ്യുന്ന ഒരു സംഗതി വന്നിട്ടില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കും. എവിടെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ അന്നേരം ബന്ധപ്പെട്ട മന്ത്രിയുമായി സംസാരിക്കും. നമുക്ക് എങ്ങനെയുണ്ട് കാര്യങ്ങൾ, അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, നമ്മൾ എങ്ങനെ പോകണം എന്നുള്ളതിനെക്കുറിച്ച് പറയുകയും അവരുമായി ആശയവിനിമയം നടത്തുമ്പോൾ അതിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരത് പരിഹരിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ ഒന്നും കാണാതിരിക്കുന്നില്ല, ശ്രദ്ധിക്കാതിരിക്കുന്നില്ല. പക്ഷേ പൂർണ്ണ സ്വാതന്ത്ര്യം അതാത് വകുപ്പുകൾക്ക് ഉണ്ട്. ആവശ്യമുള്ള സമയത്ത് പറയും എന്നുള്ളതാണ് ആ ഒരു രീതിയാണ് ഇത് ചെയ്യുന്നത്. ഞാൻ അതുപോലെ തന്നെ നോക്കിയിട്ടുള്ളത്, നമ്മുടെ സിവിൽ സർവീസിൽ IAS താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, പോലീസ് സർവീസിൽ IPS താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർ, ഈ ഉദ്യോഗസ്ഥന്മാരുമായി ഇത്രമാത്രം ഒരു ആത്മബന്ധമുള്ള, ഹൃദയബന്ധമുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടില്ല. K കരുണാകരന് പോലീസ് വകുപ്പിൽ അതുപോലെ ഉണ്ടായിട്ടുണ്ട്, കുറേ ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിട്ടുണ്ട്. പക്ഷേ അങ്ങയുടെ എല്ലാ ജനറേഷനിലും പെട്ട ഉദ്യോഗസ്ഥരുമായിട്ടൊരു ഭയങ്കരമായിട്ടുള്ള ഒരു റിലേഷൻ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്യുന്നു. ഞാനിതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എൻ്റെ നിരീക്ഷണത്തിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് ഒരു മന്ത്രിയും അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയും ഒരു ഉദ്യോഗസ്ഥൻ തമ്മിലുള്ള ബന്ധമല്ല ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവും ഒരു ഉദ്യോഗസ്ഥൻ തമ്മിലുള്ള ബന്ധമല്ല കണ്ടിട്ടുള്ളത്. അതിൻ്റെ അപ്പുറത്തേക്കുള്ള ഒരു റിലേഷൻ,
ഈ ഉദ്യോഗസ്ഥരുമായി ഒരുപക്ഷെ ഈഗോ ഒന്നും ഇല്ലാതെ പെരുമാറുന്നതുകൊണ്ട് ഈ ഉദ്യോഗസ്ഥന്മാരുമായി വളരെ അടുത്ത ബന്ധം, ഇത് എനിക്ക് തോന്നുന്നത് അവർ സർവീസിൽ കയറുമ്പോൾ തൊട്ട് തന്നെയുള്ള പല കാര്യങ്ങൾക്കും വിളിച്ചോ എങ്ങനെയോ ഒരു വലിയ ബന്ധമുണ്ട്. ആ ബന്ധം എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഞാൻ വിശ്വസിക്കുന്ന ഒരു ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നമുക്ക് എഫക്റ്റീവായി പ്രവർത്തിക്കണമെങ്കിൽ സിവിൽ സർവീസിൻ്റെ ഹെൽപ്പ് കൂടെ വേണം, അവരുടെ ആത്മാർത്ഥത വേണം. അല്ലാതെ അവരുമായി ടെൻഷന് പോയി നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊന്നും നടക്കാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നതിനോടൊന്നും യോജിപ്പില്ല. അപ്പം അവരുടെ പ്രശ്നങ്ങളോട് ആവശ്യങ്ങളോട് നമ്മൾ നമ്മുടെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട്, കഴിവിനപ്പുറത്തേക്ക് പോകാനൊക്കത്തില്ല, നിന്നുകൊണ്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അതിലൊക്കെ വലിയ അവരോടുള്ള പെരുമാറ്റം, അവർക്ക് കൊടുക്കുന്ന അംഗീകാരം, ഇതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. അതൊക്കെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ പതിയുന്ന കാര്യങ്ങളാണ്. അതേ സമയത്ത് എല്ലാം നമുക്ക് പറ്റില്ല. ഒന്ന്, ഒരു പ്രധാനപ്പെട്ട കാര്യം പങ്കാളിത്ത പെൻഷൻ ശക്തിയായിട്ട് അവരെതിർത്തതാണ്. നമ്മുടെ ഭരണകക്ഷി യൂണിയനുകൾക്ക് പോലും ശക്തിയായ എതിർപ്പുണ്ട്. അല്ല, അവർക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഞെട്ടിപ്പിക്കുന്ന കണക്കാ ആ പ്രൊജക്ഷൻ 20 കൊല്ലം കഴിയുമ്പോൾ നമ്മുടെ പെൻഷൻ എത്രയാ ബാധ്യത, നമ്മുടെ ശമ്പളത്തിൻ്റെ ബാധ്യതയേക്കാൾ കൂടുക. ഇപ്പം തന്നെ ജോലിക്കാരേക്കാൾ കൂടുതൽ സ്റ്റാഫായി ആകാൻ പോവുക, പെൻഷൻകാരാകാൻ പോവുകയാണ്. ഈ ഗവൺമെന്റിനും കൊടുക്കാൻ പറ്റില്ല, വളരെ വലുതാണ്, വലിയ തുകയാണ്. ഇന്ന് KSRTC നിൽപ്പെന്താ, ഗവൺമെൻറ് പൈസ കൊടുത്തില്ല, ഒരു മാസം ശമ്പളം കൊടുക്കാനും പറ്റുന്നില്ല. അതിനേക്കാൾ ദയനീയമാകും ഗവൺമെൻറ്റിൻ്റെ സ്ഥിതി. അതുകൊണ്ട് പങ്കാളിത്ത പെൻഷൻ നമ്മൾ നടപ്പിലാക്കി. ഇവരുടെ പ്രകടന പത്രികയിലുള്ളതാ ഈ ഗവൺമെൻറ് വന്നാൽ ആദ്യം മാറ്റുമെന്ന്. 5 കൊല്ലാകാറായി. കാരണം എല്ലാ ഭരണാധികാരികളും ദൈനംദിനമായ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന കാര്യങ്ങളും മാത്രമേ ചെയ്യുള്ളൂ. ദീർഘവീക്ഷണത്തോടുകൂടി 25 വർഷം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സ്ഥിതി എന്താകും എന്ന് ആലോചിച്ച് എടുത്തിട്ടുള്ളൊരു തീരുമാനവും സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു സാഹസികമായ തീരുമാനമാണ് യഥാർത്ഥത്തിൽ പങ്കാളിത്ത പെൻഷൻ. ഈ പെൻഷൻ്റെ പ്രൊജക്ഷൻ ശമ്പളത്തേക്കാൾ കൂടുതൽ പെൻഷൻ കൊടുക്കേണ്ടി വരുമെന്നും സംസ്ഥാന വരുമാനത്തിൻ്റെ ഒരു 100% കഴിഞ്ഞ് ഈ ശമ്പളവും പെൻഷനും കൂടി പോകും, ആ പ്രൊജക്ഷൻ വായിച്ചു നോക്കിയാൽ ആ സ്ഥിതിയാണ്. അത് മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കിയെടുത്ത തീരുമാനം. അത് ഉദ്യോഗസ്ഥന്മാരുടെ സഹകരണം കിട്ടിയോ അതിന്? അതിന് പിന്നെ ശക്തിയായിട്ടുള്ള എതിർപ്പുണ്ടായി. പക്ഷെ നമുക്ക് മാറ്റാനൊക്കത്തില്ല. നമുക്ക് ഗവൺമെന്റിന് ഒരു പ്രയോജനവുമില്ല, ഒരു വരുമാനമില്ല. 10% കൂടെ കൂടുകയാണ്. ഇവരുടെ വിഹിതം കൂടി അടയ്ക്കണം. ഇപ്പം പ്രസന്റ് സ്ഥിതിയിൽ നമ്മുടെ ബാധ്യത കൂടുക. പക്ഷേ നാളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ബാധ്യത എടുക്കുന്നത്. 25 കൊല്ലം കഴിഞ്ഞറിയാം ഇവർക്ക് അതിൻ്റെ അഡ്വാൻറ്റേജ് അറിയാൻ പറ്റും. പക്ഷേ ഇപ്പം ഈ ഗവൺമെൻറ്റിനും ഇതൊക്കെ പറഞ്ഞു കയറിയെങ്കിലും അവസാനം ഉപേക്ഷിക്കുന്നത് പിന്മാറാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. സാറ് പറഞ്ഞു വാക്കുകൊണ്ട് പോലും ഒരാളെ മുറിപ്പെടുത്താത്ത ഒരാളാണ് അങ്ങ്. അപ്പോൾ അയാളുടെ അല്ലെങ്കിൽ പ്രതികാര ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് ഒരാളെ ഉപദ്രവിക്കാൻ ശ്രമിക്കാറില്ല. അപ്പോൾ അയാളുടെ കുടുംബത്തെപ്പറ്റി ഓർക്കും, അയാളുടെ സുഹൃത്ത് വലയത്തെപ്പറ്റി ഓർക്കും എന്ന് പറഞ്ഞു സാറ്. അങ്ങനെ ചെയ്തിട്ടുള്ള സാറിനോട് അതുപോലെ ഒരു തിരിച്ചൊരു നീതി കിട്ടിയിട്ടുണ്ടോ? കാരണം ഞാൻ പറയുന്നത് അതല്ല, അങ്ങനെ കാണിച്ചിട്ടുള്ള, അങ്ങനെ മര്യാദയോടുകൂടി മറ്റുള്ളവരോട് പെരുമാറിയിട്ടുള്ള ഒരാളോട് കാട്ടേണ്ട നീതി അല്ലല്ലോ സാറിനോട് കാട്ടിയത്. ആ സാറിനെ ഒരു പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് അനാവശ്യമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു വ്യക്തി എന്നുള്ള നിലയിൽ മാത്രമല്ല കുടുംബത്തെ കൂടി പലതവണ അതിലേക്ക് വലിച്ചഴക്കപ്പെട്ടു. ഇവരെല്ലാം ഇവിടെ ഇരിക്കുകയാണ്. എത്രമാത്രം സങ്കടം ആ കുടുംബത്തിനുണ്ടാവും, എത്രമാത്രം പ്രയാസങ്ങളിലൂടെ ആയിരിക്കും അവർ കടന്നുപോയത്. നമുക്കെല്ലാവർക്കും കുടുംബങ്ങളുള്ളതാണ്. നമ്മളോട് പറയുമ്പോൾ ആ പ്രതിസന്ധി നിറഞ്ഞ കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെയൊക്കെ ആളുകളോട് പെരുമാറിയിട്ടും എന്നോട് ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, എന്നോട് കാട്ടുന്നത് ഈ മര്യാദകേടാണല്ലോ, ഈ അനീതിയാണല്ലോ എന്നൊരു വിഷമം അങ്ങേക്കുണ്ടായിട്ടുണ്ടോ? ഉണ്ടായി കാണും. പക്ഷേ അതെങ്ങനെയാണ് അങ്ങയെ ബാധിച്ചിരിക്കുന്നത്? വിഷമം ഉണ്ടായോ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ അതെങ്ങനെയാണ് അങ്ങയെ ബാധിച്ചിരിക്കുന്നത്? ഞാൻ
ഇതുപോലുള്ള പ്രതിസന്ധികളിൽ ഞാൻ ആശ്വസിക്കുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മളൊരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കൊരു ദോഷവും സംഭവിക്കില്ല. 1. 2, ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നല്ലതിന് വേണ്ടിയാണ്. അപ്പം വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യം വരുമ്പോഴും അത് നമ്മൾ ഇതിൽ ആശ്വസിക്കുക, ഇതൊരു നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്നിപ്പം പ്രയാസമുണ്ടെങ്കിലും നാളെ നന്മയ്ക്ക് വേണ്ടിയാണ്. പിന്നെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പിടിച്ചു നിൽക്കാനൊക്കത്തില്ല, ഞാൻ തളരും, ഞാൻ ആകെ ഇതാകും. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം വലിയ ആത്മവിശ്വാസമാണ് എനിക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളത്. പിന്നെ ഞാൻ വേറൊരു തിയറിയാണ്, നമ്മൾ ഒന്നും പ്രതീക്ഷിച്ചുകൊണ്ട് പോകണ്ട, ഏത് വന്നാലും അതിനെ സ്വീകരിക്കുക എന്നുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഇതുപോലുള്ള ആക്ഷേപങ്ങൾ വരുമ്പം മനസ്സ് പതറി ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയാൽ നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. നമ്മളിത് നല്ലതിന് വേണ്ടിയാണ്, നാളെ ഇതിൻ്റെ നന്മ കിട്ടും, തെറ്റ് ചെയ്യാത്തതുകൊണ്ട് ഒരു ശിക്ഷയാവില്ല എന്നുറച്ച തീരുമാനത്തോടുകൂടി മുമ്പോട്ട് പോവുക. കുടുംബത്തെ ഇത്തരം കാര്യങ്ങളിലേക്ക് വലിച്ചഴയ്ക്കുമ്പോൾ നമുക്ക് അതിനേക്കാൾ പ്രയാസം നമുക്കുണ്ടാവില്ലേ? പക്ഷേ അതും ഇതാണ്, പിന്നെ ഈ പറയുന്നതിനകത്തൊന്നും ഒരു അടിസ്ഥാനവുമില്ല. അത് എല്ലാ വിധത്തിലും അതിന് നമുക്കത് പിന്നെ വ്യക്തമാക്കാൻ സാധിക്കും എന്നുള്ളത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ആത്മവിശ്വാസത്തോടെ അതിനെ നേരിടുന്നു എന്നുള്ളതാണ്. ഞാൻ സാറിനോട് ചോദിച്ച ചോദ്യം നിങ്ങളോടുകൂടി ചോദിക്കണമല്ലോ. കാരണം നിങ്ങൾ കുടുംബജീവിതവുമായി വേറൊരു വഴിയെ പോകുന്ന സമയത്ത് ഒരുപാട് ത്യാഗങ്ങൾ, അദ്ദേഹത്തെ പോലത്തെ ഉമ്മൻചാണ്ടി സാറിനെ പോലത്തെ ഒരു രാഷ്ട്രീയ നേതാവ് സജീവമായിട്ട് നിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളും സാക്രിഫൈസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ രണ്ടുപേരും പറഞ്ഞു അതൊരു ശീലമായി മാറി, അതല്ലാതെ വേറെ ഓപ്ഷനില്ല, അനിവാര്യതയായി അത് മാറിയത്. ഇത്രയും ചെയ്തിട്ടും നമ്മുടെ കുടുംബത്തിൻ്റെ പേര്, നമ്മുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നമ്മുടെ സ്വകാര്യത നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മുടെ പേരുകൾ വലിച്ചഴിക്കപ്പെടുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ ആരുടെയെങ്കിലും പേരുകൾ വലിച്ചഴിക്കപ്പെടുമ്പോൾ ഒരു നീതിയുമില്ലാതെ ഒരു മര്യാദയുമില്ലാതെ ഇത് പറയുമ്പോൾ എന്താണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് കുഞ്ഞിനെ പോലെയൊന്നും അത്രയും പിടിച്ചേക്കാൻ ഒരു സ്ത്രീക്ക് പറ്റത്തില്ല. പക്ഷെ അപ്പോഴേ കുഞ്ഞിനില്ലാത്തൊരു കാര്യം എനിക്കുണ്ട്, ഒത്തിരി ദൈവത്തിൽ ആശ്രയിക്കും. കുഞ്ഞ് ബൈബിൾ കോട്ട് ചെയ്തല്ല പറയുന്നത്, എനിക്ക് ബൈബിൾ കോട്ട് ചെയ്ത് പറയാൻ പറ്റും. തന്നെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് കുഞ്ഞു പറഞ്ഞ അതേ കാര്യം സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. 1. രണ്ടാമത്തെ കാര്യം, ദൈവം അറിയാൻ ജീവിതം സംഭവിക്കത്തില്ല, അത് അത്യന്തികമായിട്ട് നന്മയ്ക്കായിട്ട്. പക്ഷേ ആ സമയത്തൂടെ കടന്നു പോകുമ്പോൾ നല്ല വിഷമം തന്നെയാണ്. പക്ഷെ അവിടെ ആശയം ദൈവം മാത്രമേ ഉള്ളൂ. അടിയുറച്ച ദൈവവിശ്വാസമാണ് അതിനെ മറികടക്കാനുള്ള വിശ്വാസം കൂട്ടി, ദൈവത്തിൽ ആശയം കൂട്ടി തന്നു. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതെല്ലാം നന്മയ്ക്കായിട്ട്. എൻ്റെ ആസ് എ പേഴ്സൺ മനസ്സിലായി, നമ്മൾ കുറച്ചുകൂടെ ദൈവത്തിൽ ആശ്രയിക്കുന്നു. കുറച്ചുകൂടെ കഷ്ടം വരുന്നതോറും നമ്മൾ കൂടുതൽ ദൈവത്തോട് പ്യൂരിഫൈ ചെയ്യപ്പെടും, നമ്മൾ പ്യൂരിഫൈ ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയാണ് അതിനെ നേരിടുന്നത്. ആ പ്രയാസങ്ങളെ മറികടക്കുന്നതും ഈ അടിയുറച്ച ദൈവവിശ്വാസം, നമ്മുടെ പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടാകുക എന്നുള്ള അത് എനിക്കറിയാം. ആ പ്രാർത്ഥനയിൽ വിശ്വാസം, അതിന് ഉറപ്പായിട്ടും അതിനൊരു ഫലമുണ്ടാകും എന്നുള്ളൊരു വിശ്വാസം, അതാണ് ഇതിനെയൊക്കെ മറികടക്കാൻ. ഒരു കുഞ്ഞിന് ബൈബിളിൻ്റെ അറിയത്തില്ല, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും എന്നൊരു വചനമുണ്ട്. സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. നിങ്ങൾ കുട്ടികളായിരുന്നപ്പോഴല്ലേ, ചെറിയ കുട്ടികളായിരുന്നപ്പോഴല്ലേ ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മളിത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാവുക എന്നുള്ള ചോദ്യത്തിന് ഒരു അർത്ഥമില്ല. പക്ഷേ അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഇങ്ങനെ സജീവമായിട്ട് ഇങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതുകൊണ്ടാണ്, ഇങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ്, പൊതുപ്രവർത്തനത്തിൽ വന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് കൂടി സ്വകാര്യത നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളൊരു വലിയൊരു വേദന നമുക്ക് ഉണ്ടായിട്ടില്ലേ? എനിക്കൊരിക്കലും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല അച്ഛനും ചാണ്ടിക്കും രണ്ടുപേർക്കും അങ്ങനെ ഒരിക്കലും തോന്നില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റിവാർഡാണ് ആളുകൾക്ക് നമ്മളെ കാണുമ്പോഴുള്ള സ്നേഹമുണ്ടല്ലോ, നമ്മളോട് ഇടപെടുന്നതും, അത് ഭയങ്കര അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡാണ്.
പിന്നെ നെഗറ്റീവ് അല്ല ഈ ഇന്നയാളുടെ മകളാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട്. പ്രിവിലേജ് എവിടെ പോയാൽ സ്നേഹമുണ്ട്. സ്നേഹം പ്രിവിലേജാട്ടി കൂടുതൽ സ്നേഹം. സ്നേഹമാണ് ശരി. ഉമ്മൻചാണ്ടിയുടെ മകൾ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ എന്ന് പറയുമ്പോൾ അവർ തരുന്ന സ്നേഹം അത് ഭയങ്കര ഇതാണ്. പിന്നെ ഇതിൽ കൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ അമ്മ പറഞ്ഞ പോലെ ആദ്യത്തെ ഒരു ഇത് കഴിയുമ്പോൾ നമ്മൾ ധൈര്യപ്പെടും, ധൈര്യം വരും, പിന്നെ നമുക്ക് നേരിടാൻ ധൈര്യമാവും, ധൈര്യം വരും. പിന്നെ ഇതിലൊന്നും ഒരു അർത്ഥമില്ല, ഇതിലൊന്നും ഒരു കാര്യമില്ല, ജനങ്ങളത് വിശ്വസിക്കുന്നില്ല, ജനങ്ങൾക്ക് നമ്മളോട് ഇഷ്ടമുണ്ട്, എൻ്റെ പിതാവ് ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് ഞാൻ കൂടി അതിൻ്റെ ഗുണഭോക്താവാണ്, അതിൻ്റെ പുണ്യം എനിക്ക് കൂടി ഉണ്ടാകും എന്നൊക്കെയുള്ളൊരു വിശ്വാസമാണല്ലോ നമ്മൾ ഇത്രയും കാര്യങ്ങളെ മറികടക്കുന്നത്. അമ്മ പറഞ്ഞ പോലെ ദൈവം നാളെ ഇതിനെല്ലാം ഒരു നന്മയാക്കി കൊണ്ടുതരും എന്നുള്ളൊരു വിശ്വാസം. ഇത്തരം ഇത് വരുമ്പോൾ, ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ നിങ്ങൾ കുടുംബം എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് പരസ്പരം ആശ്വസിപ്പിക്കുകയും പരസ്പരം ധൈര്യം പകരുകയും ആത്മവിശ്വാസം പകർന്നു കൊടുക്കുകയും ചെയ്യാറുണ്ട്? ഇരുന്ന് സംസാരിക്കും. അത് എങ്ങനെയാ അങ്ങോട്ടും ഇങ്ങോട്ടും വിഷമം പറഞ്ഞല്ലോ, പിന്നെ അത് നമുക്കത് പിന്നെ നമ്മളത് ഓവർകം ചെയ്യും. തീർച്ചയായിട്ടും അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത് ആദ്യം കേൾക്കുമ്പോൾ ഒരു ഷോക്ക് കഴിയുമ്പോൾ പിന്നെ അതങ്ങ് മാറും. നമ്മൾ കണ്ടിട്ടില്ല സാറങ്ങനെ ദേഷ്യപ്പെടുന്നത്. ദേഷ്യമൊക്കെ വന്നാലും അത് പുറത്തങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ദേഷ്യം വന്നു പോവും, കാരണം ഞങ്ങളെപ്പോലുള്ള ആളുകളാണല്ലോ കൂടെ നടക്കുന്നതും ഉള്ളതൊക്കെ. ദേഷ്യം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കാണ്, പക്ഷേ പ്രകടിപ്പിക്കാറില്ല. കുടുംബത്തിൽ അങ്ങനെ തന്നെയാണ് ഉമ്മൻചാണ്ടി സാർ. ദേഷ്യപ്പെടുത്ത് മുഖത്ത് പോലും ആ ഒരു വലിയ ഒരു അതൃപ്തിയോ ഒരു വല്ലാത്ത രീതിയിൽ ഒന്നും വരത്തില്ല. അങ്ങനെ ഈ സമയം വെയിറ്റ് ചെയ്തതാണ് അപ്പയ്ക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത കാര്യം, ലേറ്റായിട്ട് ഇറങ്ങുക അങ്ങനത്തെ. അല്ല ദേഷ്യപ്പെടത്തില്ല, ഒരു കാര്യത്തിലും ദേഷ്യപ്പെടത്തില്ല. ഇഷ്ടമില്ലാത്തത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കുകയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, ഇതാണ് നല്ലതെന്ന് പറയാൻ ദേഷ്യപ്പെടത്തില്ല, അങ്ങനെ ദേഷ്യപ്പെടാറില്ല. സത്യം പറഞ്ഞാൽ അദ്ദേഹത്തിന് കുറേ കൂടി സ്വകാര്യത വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കാറില്ലേ? കുറേ കൂടി സ്വകാര്യത വേണം, കുറച്ച് റെസ്റ്റ് വേണം, കുറച്ച് സമയം പോകണം, കൃത്യമായി അദ്ദേഹം ഭക്ഷണം കഴിക്കണം, കൃത്യമായ മരുന്നുകൾ കഴിക്കണം. സമയത്ത് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ, കേരളത്തിൽ എല്ലാവരും മരുന്ന് കഴിക്കുന്ന ആളല്ല. അപ്പോൾ കൃത്യമായ സമയത്തും ഇപ്പോൾ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഒരു പോക്കാണല്ലോ. എങ്ങോട്ടാണ് പോകുന്നത്, ഏത് സ്ഥലത്തേക്കാണ് പോകുന്നത്? ചിലപ്പോൾ ഒരു ദിവസം 4 ജില്ലകൾ കറങ്ങും, ചിലപ്പോൾ 5 ജില്ലകൾ കറങ്ങും, ചിലപ്പോൾ ട്രെയിനിൽ പോവും, ചിലപ്പോൾ പ്ലെയിനിൽ പോവും, ചിലപ്പോൾ കാറിൽ പോവും. അതിനേക്കാളും മുമ്പ് ചിലപ്പോൾ ലോറിയിലാണ് കിട്ടുന്നതെങ്കിൽ ആദ്യകാലത്ത് അതിൽ വരും. അങ്ങനെ യാത്ര ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് അദ്ദേഹം അത് ശ്രദ്ധിക്കുമോ എന്നൊക്കെയുള്ള ഒരു ടെൻഷൻ നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകാറില്ലേ? ശരിക്കും ഇപ്പോഴും ഉണ്ട്, നേരത്തെ അത്ര ഇല്ലായിരുന്നു. ഇപ്പം അപ്പ റെസ്റ്റ് എടുക്കുന്നില്ല, മരുന്ന്, ഫുഡ് തന്നെ ഭയങ്കര ഇറഗുലർ ആണല്ലോ. അതാണ് ടൈമിൽ ഫുഡ് കഴിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ ഏത് ഡോക്ടറെ കണ്ടുകഴിഞ്ഞാലും നിങ്ങളെ ഡോക്ടർമാർ ഉപദേശിക്കും അദ്ദേഹത്തെ ഒന്നുകൂടി കുറച്ചുകൂടി ശ്രദ്ധിക്കണം, കുറച്ചുകൂടി നിങ്ങൾ സ്ട്രിക്റ്റ് ആവണം. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബ സുഹൃത്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളോട് പറയും നിങ്ങളുടെയാണ് കുഴപ്പം, നിങ്ങൾ കുറച്ചുകൂടി, നിങ്ങൾക്കറിയാം നിങ്ങൾ വിചാരിച്ചാൽ നടക്കുന്ന കാര്യമല്ലെന്ന്. പക്ഷേ നിങ്ങളോട് ആളുകൾ പറയില്ലേ ഇങ്ങനെ? അത് നേരത്തെ പറഞ്ഞത് ദേഷ്യപ്പെടുത്തില്ല എന്നേ ഉള്ളൂ, പക്ഷെ അപ്പ അതേ ചെയ്യുള്ളൂ. അപ്പയുടെ പ്രോഗ്രാമിൽ അപ്പൊ മാറ്റം വരുത്തുന്നില്ല. ആ വഴിക്ക് അങ്ങോട്ട് പോകും എന്നുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടി വേണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും അതങ്ങ് നടക്കുന്നില്ല. പിന്നെ നമ്മളും അതുമായിട്ട് അങ്ങ് ഓക്കെ, അതേ നടക്കത്തുള്ളൂ. പിന്നെ പക്ഷെ കേരളം മുഴുവൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യകാര്യത്തിൽ കൂടി കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആവണമെന്ന്. ഞാൻ പറഞ്ഞില്ല, കുടുംബ സുഹൃത്തുക്കൾ പറയുന്നത് പോലെ തന്നെ ഭക്ഷണ കാര്യത്തിലും ആരോഗ്യകാര്യത്തിലും ഒക്കെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകർക്കും ഇതൊക്കെ ഉണ്ടെങ്കിലും സാറ് പോകുന്ന രീതി പോകുന്നതല്ല, നമ്മളൊന്നും പോകുന്ന രീതിയിലല്ല സാറിൻ്റെ യാത്രയും സാറിൻ്റെ പരിപാടികളും. ഒരു പരിപാടിയിൽ നിന്ന് അടുത്ത പരിപാടിയിലേക്ക് പോവുക, ഈ പരിപാടിയിലിരിക്കുമ്പോൾ അടുത്ത പരിപാടിയുടെ ടെൻഷനാണ്. ഈ യാത്ര തന്നെ കൃത്യസമയത്ത് ഒരു സ്ഥലത്ത് എത്തുക എന്നുള്ളത് ആദ്യമാണ്, നമ്മുടെ ആയുസ് കുറയ്ക്കുന്ന കാര്യമാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് യാത്ര ചെയ്ത് പോവുക, കാരണം അതെടുക്കുന്ന ടെൻഷൻ തന്നെ നമുക്കൊരു വലിയ ആരോഗ്യ പ്രശ്നമാണ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ നമുക്ക് ജീവിതശൈലി രോഗങ്ങളാണെങ്കിലും ഇതുപോലത്തെ കാര്യങ്ങളാണെങ്കിലും ഉണ്ടാകുന്നത്. അപ്പോൾ അത് നിങ്ങളിപ്പോൾ കുറച്ചുകൂടി ഒന്ന് കടുപ്പിച്ച് നിൽക്കുന്നൊരു സമയം കൂടിയാണ് അല്ലേ? കടുപ്പിച്ച് നിൽക്കാമെന്നല്ലാതെ അതിൽ വലിയ പ്രയോജനം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഒരു പ്രയോജനമില്ല, ദൈവത്തോട് പ്രാർത്ഥിച്ചാലേ
ഈ പുള്ളിക്ക് മനസ്സിന് വ്യത്യാസം കൊടുക്കുക. അത് ഞാൻ പലപ്പോഴും ശ്രമിച്ചു. എന്നിട്ടെങ്കിലും പരിപാടിയൊക്കെ ഒന്ന് കുറച്ചുകൂടി റെസ്റ്റ് എടുത്ത് ഈ ദൈവമേ ഒരു മനസ്സ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ പുള്ളി ഒന്ന് കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യും. പ്രാർത്ഥന മാത്രമേ നടക്കത്തുള്ളൂ. പക്ഷെ ഞാൻ സ്ട്രിക്റ്റായിട്ടൊക്കെ പറയാറുണ്ട്. ഒരുപാട് പേരുടെ ഇഷ്ടക്കേട് ഞാൻ പിടിച്ചു പറ്റിയിട്ടുണ്ട് അതിൻ്റെ പുറത്ത്. പക്ഷെ അൾട്ടിമേറ്റായിട്ട് പുള്ളിയുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട ഒരു ഭാര്യയുടെ കടമയല്ലേ. സാറ് ഞാൻ ചോദിക്കുന്നത്, സാറ് അഡമൻ്റ് അല്ല ഒരിക്കലും. ചില കാര്യങ്ങളിലൊക്കെ ആണ്, അല്ലാതെ ഞാൻ പറയില്ല, ചില കാര്യങ്ങളാണ്. പക്ഷെ ഭയങ്കര ഫ്ലെക്സിബിളാണ്. സാറൊരു തീരുമാനം എടുത്തു, വളരെ വേഗത്തിൽ തീരുമാനം എടുക്കുന്ന ആളാണ്. അതായത് അതിൻ്റെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി അത് ചെയ്യണമെന്ന് തീരുമാനിച്ചെടുക്കും. എടുത്തു കഴിഞ്ഞതിന് ശേഷം അതിലൊരു തെറ്റുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ സാറത് വിഡ്രോ ചെയ്യാൻ ഒരു എന്താ പറയുന്നത്, ഒരു ഈഗോയും ഇല്ലാതെ സാറത് മനസ്സിലാക്കി അത് തെറ്റായിരുന്നു അത് ചെയ്യും. ഇപ്പോൾ ഞാൻ തന്നെ ഒരുപാട് കാര്യങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽ പെടുത്തിയിട്ടുണ്ട്. ജനപ്രതിനിധി എന്നുള്ള നിലയിലും സാറിൻ്റെ സഹപ്രവർത്തകൻ എന്നുള്ള നിലയിലും. ഞങ്ങളൊരിക്കൽ ഈ ഗ്രീൻ മൂവ്മെൻറ്റ് MLA കുറേ പേര് കൂടി നടത്തി കഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷയങ്ങൾ ഞങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ അന്ന് ചിലപ്പോൾ മാധ്യമങ്ങൾ പറഞ്ഞു, ചിലപ്പോൾ പാർട്ടിക്കകത്തും പുറത്തും തന്നെ പറഞ്ഞു ഇത് ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കൊട്ടാര വിപ്ലവമായിരുന്നു എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ നെല്ലിയാമ്പതി ഈ വിഷയം PC ജോർജൊക്കെ ആയിട്ടൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. സാറത് എൻ്റെ അടുത്ത് വിളിച്ച് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് ചോദിച്ച് അഡ്വക്കേറ്റ് ജനറലിനെ കൂടെ ബന്ധപ്പെടുത്തി ഹൈക്കോടതിയിൽ കൊടുക്കേണ്ട അഫിഡവിറ്റിൻ്റെ കാര്യത്തിലൊരു തീരുമാനമെടുത്തു. എമർജിങ് കേരളയിൽ കുറേ തെറ്റായ പദ്ധതികൾ വന്നു എന്ന് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ സാറ് ചീഫ് സെക്രട്ടറി ആയിരുന്ന ജയകുമാറിനെ അത് പഠിക്കാൻ വേണ്ടി വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് 21 പദ്ധതികൾ പുറത്താക്കി. വെള്ളം പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം വന്നപ്പോൾ ഞങ്ങൾ സാറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. സാറ് ആ തീരുമാനം റദ്ദാക്കി. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ ഒരുപക്ഷെ ഞാൻ പോലും അത് തിരിച്ച് ചെയ്യാൻ പാടില്ലാത്ത, നമ്മൾ ഇങ്ങനെ കാര്യം എടുത്ത് എന്ന് പറഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നമ്മളോട് തർക്കിക്കാതെ ചില കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞത് നമ്മളെ ബോധ്യപ്പെടുത്തി തന്നു. അത് ഇന്ന സാഹചര്യത്തിലാണ് അത് ചെയ്തതെന്ന് പറഞ്ഞു. ഈ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടല്ലോ, അത് പല ഭരണാധികാരികളും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ അധികാരത്തിൻ്റെ ഒരു പാരാഫർണേലിയുണ്ട്. കാറ്, ബംഗ്ലാവ്, പോലീസ്, ചുറ്റും കൂടുന്ന ആളുകൾ, ഇതിൻ്റെ ഒരു ബഹളമാകുമ്പോൾ നമ്മൾ വേറൊരാളായി പോകും എന്നുള്ളൊരു തോന്നൽ ഒരുപാട് പേർക്ക് ഉണ്ടാകാറുണ്ട്. ഒരു കുറച്ച് നാളത്തേക്ക് ചെയ്തല്ലെങ്കിലും തോന്നാറുണ്ട്. ആ തോന്നലിൽ നിന്ന് ഈ ഷാഢ്യമാണ്, ഞാനെടുത്ത തീരുമാനമാണ്, ഞാനാണ് അതെടുത്തത്, ഇനി അതിൽ നിന്ന് മാറ്റില്ല. സാറിന് അതില്ല. അതെങ്ങനെയാണ് അതൊക്കെ എങ്ങനെയാണ് പറ്റുന്നത്? എനിക്ക് എൻ്റെ ശ്രദ്ധയിൽ വരുന്ന കാര്യങ്ങളിൽ ശരിയെന്ന് തോന്നുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്യണം. ഞാനത് ചെയ്യും. അത് ചെയ്യുമ്പോൾ ഒരു അപകടമുണ്ട്. ഞാൻ ഒരു വശമേ കേൾക്കുന്നുള്ളൂ. ഇതിന് ചിലതിനകത്ത് മറുവശമുണ്ട്. ഒരു ചികിത്സാ സഹായമോ ഒരു പാവപ്പെട്ടവനെ സഹായിക്കുന്നതിനകത്തൊന്നും എല്ലാം കുഴപ്പമില്ല. മറ്റു പല കാര്യത്തിനും മറുവശമുണ്ട്. അപ്പം ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തിട്ടുള്ള ഡയറക്ഷൻ, ഞാൻ ഫയലിൽ എഴുതി ഓർഡർ തന്നാലും അതിനൊരു മറുവശമുണ്ട്. തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് 2 വിധത്തിലാകാം. ഒന്നുകിൽ ഫയലിൽ എഴുതി എനിക്ക് അയക്കാം, അല്ലെങ്കിൽ ഫയലുമായിട്ട് വന്ന് എന്നോട് വിവരം പറയാം. ഞാനത് എക്സ്പെക്റ്റ് ചെയ്യുന്നു നിങ്ങളിൽ നിന്ന്. നിങ്ങൾക്ക് മുഖ്യമന്ത്രി എഴുതിയതാണ്, തീരുമാനമാണ്, അത് ഫൈനലാണ് നിങ്ങൾ ധരിക്കരുത്. ഞാൻ ചിലപ്പം ഒരു വശം മാത്രം കേട്ടിട്ടായിരിക്കും എനിക്ക് തോന്നുക, ശരിയെന്ന് തോന്നിയാൽ ഞാൻ അന്നേരം തീരുമാനം എടുക്കുക. അപ്പോൾ ഞാൻ ആ തീരുമാനമെടുക്കാൻ എനിക്ക് ശക്തി തരുന്നത് തന്നെ ഇങ്ങനെയൊരു ഓർഡറുള്ള, ഇങ്ങനെയൊരു നിർദ്ദേശമുള്ളത് കൊണ്ടാണ്. എൻ്റെ ഉദ്യോഗസ്ഥന്മാർ ഇത് നടപ്പിലാക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും വശം തിരിച്ച് ചൂണ്ടിക്കാണിക്കും എന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണ്. അതുകൊണ്ട് എനിക്ക് 100 കാര്യം എൻ്റെ ശ്രദ്ധയിൽ വരുമ്പം 90 ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് എല്ലാ വശവും പരിശോധിച്ച് അതിൻ്റെ എല്ലാം ശരിയെന്ന് ബോധ്യപ്പെട്ട് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളെങ്കിൽ എനിക്ക് 10 കാര്യമേ ചെയ്യാനൊക്കും. എനിക്ക് 90 ചെയ്യണം. അത് ചെയ്യുമ്പോൾ ഞാൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ ഫ്രീഡം കൊടുത്തിരിക്കും. അപ്പം പേഴ്സണൽ സ്റ്റാഫിൽപ്പെട്ടവർ പറയും, ഇത് ശരിയാണോ, ഇത് മുഖ്യമന്ത്രി എഴുതിയതിനടിയിൽ എങ്ങനെയാണ്? ഞാൻ പറഞ്ഞു ശരിയാ. നമുക്കൊരു ഞാനും ശരിയാണെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ ഓർഡർ ഇടുന്നത്. അത് തെറ്റാണ് ചൂണ്ടിക്കാണിക്കണം. എനിക്കതിനകത്ത്
ഒരു പ്രസ്റ്റേജും ഇല്ല. അപ്പോൾ അത് എനിക്കൊരു വലിയൊരു ലെസണാണത് ശരിക്കും പറഞ്ഞാൽ എല്ലാ ഒരുപാട് ആളുകൾക്ക്. അതാണ് കാരണം നമ്മൾ ഓപ്പൺ ആയിരിക്കണം, ഓപ്പൺ മൈൻഡോട് കൂടി ആയിരിക്കണം പ്രശ്നങ്ങളെ സമീപിക്കാൻ. ഞാൻ ഓർഡർ ഇടുന്ന എന്താ, ഇതൊരു നല്ല കാര്യമാണ്, അതിന് കാലതാമസം ഉണ്ടാകരുത് എന്നുള്ള ഉദ്ദേശത്തിൻ്റെ പേരില്ല. അതിനകത്തൊരു ദുഷ്ടകാര്യം ഉണ്ടെങ്കിൽ നടക്കാൻ പാടില്ല. അത് നമ്മുടെ പ്രസ്റ്റേജാണോ? അത് നേരെ മറിച്ച് ഉദ്യോഗസ്ഥന്മാർ നോക്കാൻ പാടില്ല. ഞാനിട്ട് ഓർഡർ തൊടാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ എനിക്ക് 10 കാര്യമേ ചെയ്യാനൊക്കത്തുള്ളൂ. എനിക്ക് മുഴുവൻ കാര്യവും ചെയ്യാൻ വേണം, അത് ശരിയായിരിക്കുകയും വേണം. അതിന് ഈ മാർഗം ആണ്. ആ സ്ക്രൂട്ടിനി നടത്തി, ആ ഫയലിലൊരു സ്ക്രൂട്ടിനി നടത്തി അതിനകത്തൊരു തെറ്റുണ്ട് അല്ലെങ്കിൽ നിയമപരമായ ഒരു പ്രശ്നമുണ്ട്, നമ്മൾ ശരിയായ തീരുമാനം എടുത്തതല്ല എന്ന് താഴെയുള്ള ഒരാൾ നമ്മളെ ബോധ്യപ്പെടുത്തി തന്നാൽ നമുക്കത് മാറ്റുന്നതിനൊരു ഇതുമില്ല. അതാണ് ആ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു മനസ്സിൻ്റെ. അല്ലെങ്കിൽ ഞാൻ ഒപ്പിട്ടതാണ്, മുഖ്യമന്ത്രി ഒപ്പിട്ടതാണ്, അതിൻ്റെ അകത്ത് ഇനി ഒരു മാറ്റവും സാധ്യമല്ല എന്നുള്ളൊരു ഷാഠ്യം അതില്ല. ഞാനതുകൊണ്ടാണ് അതങ്ങനെ ചോദിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ ഗവേണൻസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതൊരു ആർട്ടാണ്. ഗവേണൻസ് എന്ന് പറയുന്നത്, ഗുഡ് ഗവേണൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരുപാട് പാഠങ്ങൾ കേരളം സത്യത്തിൽ കുഞ്ഞാടി സാറിനിൽ നിന്ന് കിട്ടാനുണ്ട്. ഞാൻ ആ രഹസ്യങ്ങളൊക്കെ ചോർത്താൻ വേണ്ടിയിട്ടാണ് ഞാനത് സംസാരിച്ചത്. സത്യം വളരെ ഒരു ഫയൽ കൈകാര്യം ചെയ്യുമ്പോൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, ഒരു ഫയലിനെ എങ്ങനെയാണ് നോക്കുന്നത്, അതിലൊരു ജനകീയ പ്രശ്നത്തിലേക്ക് എങ്ങനെയാണ് ഒരു ഭരണാധികാരി ഇൻവോൾവ് ചെയ്യുന്നത്, അത് ശരിയാണെന്നുള്ളൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ വേറൊരാളാണ് നമ്മളെ തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തിയാൽ നമ്മൾ അതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ടുള്ള അതാണൊരു ഗുഡ് ഗവേണൻസിൻ്റെ, സദ്ഭരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണത്. ഞാനത് ഒരു പൊതുജനവും എൻ്റെ തലമുറയും കൂടി അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന തലമുറകൾ കൂടി ആ അപ്രോച്ച്, ഒരു സമീപനം ഇതാണ്. പലപ്പോഴും നമ്മളിത് പെട്ടുപോകുന്നത് ഈ ബഹളത്തിൽപ്പെട്ടിട്ട് അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് പലരും ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രധാനം. സാറേ, ഒരു വളരെ ചെറിയ പ്രായത്തിലെ തൊട്ട് തന്നെ കോൺഗ്രസ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് KSU ആയി, KSU പ്രസിഡൻ്റായി, യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി, കേരളത്തിലെ ഒരു യുവജന വിദ്യാർത്ഥി രംഗത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒരു വലിയ ടീമിൻ്റെ ഭാഗമായിട്ടാണ് സാറ് വന്നതെങ്കിലും സാറ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ആ കാര്യത്തിൽ, ഇതിനെ വളർത്തിയെടുക്കുന്ന കാര്യത്തിൽ. 50 വർഷം മുമ്പ് MLA ആകുന്നതിന് മുമ്പും സാറ് യുവജന വിദ്യാർത്ഥി പ്രവർത്തകനായി നിൽക്കുകയാണ്. 50 വർഷം കഴിഞ്ഞിട്ടുള്ള യുവജന വിദ്യാർത്ഥി സംഘടന പ്രവർത്തനവും ഈ 50 വർഷത്തിന് ശേഷമുള്ള സാറിങ്ങനെ ഒന്ന് താരതമ്യം ചെയ്യുന്നത്. അന്ന് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഇപ്പോഴും കഷ്ടപ്പെടുന്നുണ്ട്. എനിക്ക് അന്നുള്ള വിദ്യാർത്ഥി യുവജന രംഗത്തെ പ്രവർത്തനം ഞാൻ ആസ്വദിച്ചിട്ടുണ്ട്. ഇന്നത്തെ ആ രംഗത്തെ സ്ഥിതി എന്നെ വേദനിപ്പിക്കുകയാണ്. ഇന്നുള്ള നേതാക്കളുടെ ആരുടെയും കുറ്റമല്ല, നമ്മളെക്കാളൊക്കെ കഴിവ് കുറഞ്ഞവരാണ് ഇന്നത്തെ ആൾക്കാരെന്ന് എനിക്ക് അഭിപ്രായമില്ല. നമ്മളെക്കാൾ കഴിവുള്ളവരുണ്ട് ഇന്നത്തെ രംഗം. പക്ഷേ വിദ്യാർത്ഥി രംഗത്തെ അക്രമ രാഷ്ട്രീയം, അന്നൊക്കെ കോളേജ് യൂണിയൻ്റെ ഒക്കെ പ്രവർത്തനം എത്ര ആസ്വദിച്ചാണ് ആളുകൾ അതിനകത്ത് പങ്കെടുക്കുന്നത്. രക്ഷകർത്താക്കളുടെ പിന്തുണ, അധ്യാപകരുടെ പിന്തുണ, പബ്ലിക്കിൻ്റെ പിന്തുണ, മീഡിയയുടെ പിന്തുണ, ഇതൊക്കെ വിദ്യാർത്ഥി ലോകത്തിന് കിട്ടിക്കൊണ്ടിരുന്നു നമ്മുടെ കാലത്ത്. പക്ഷേ ഇന്ന് വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയത്തെ അല്ല ആളുകൾ എതിർക്കുന്നത്, കലാലയത്തിലെ ഈ കലാപം, ഈ അക്രമം, ഇതാണ് എതിർക്കുന്നത്. അത് വിദ്യാർത്ഥി യുവജന രംഗത്തെ നേതാക്കന്മാർ മാത്രം വിചാരിച്ചാൽ പോരാ, രാഷ്ട്രീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കണം. മൊത്തം വയലൻസിൽ നിന്നും മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകണം. അതല്ലെങ്കിൽ ഈ 50 കൊല്ലത്തെ വ്യത്യാസം ഞാൻ നല്ലതുപോലെ മനസ്സിലാക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ വിദ്യാർത്ഥി കാലത്തെ ജീവിതം KSUവിലുള്ള കാലഘട്ടമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ആസ്വദിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ അതിനേക്കാളൊക്കെ വളരെയേറെ സൗകര്യങ്ങളുണ്ട്. അന്ന് പൈസയില്ല, അംഗീകാരം പിന്നെ പല സ്ഥലത്തു നിന്ന് കുറവാണ്, എന്തെല്ലാം പ്രശ്നങ്ങൾ, എന്തുമാത്രം ബുദ്ധിമുട്ടിയാണ് ഒന്ന് യാത്ര. ഞാൻ MLA ആകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പം
ആദ്യം എൻ്റെ മനസ്സിൽ വരുന്നത് ബസ്സിലെ ഫ്രീ പാസ്സാണ്. കാരണം അന്ന് ഏറ്റവും വലിയ പ്രശ്നം യാത്രയാണ്, ബസ് ചാർജാണ്. ഒരു സ്ഥലത്ത് പോകുന്ന സ്ഥലത്തേക്ക് എത്താൻ. അപ്പം MLA ജയിച്ചാൽ പിന്നത്തെ എൻ്റെ ഒരു ആശ്വാസം ഇനി ബസ്സിൽ പോകുന്നതിന് പൈസ തിരക്കണ്ടല്ലോ എന്നുള്ളതാണ്. ഏറ്റവും ആസ്വദിച്ച കാലമാണ്. പക്ഷെ ഇന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആർക്കും ഇങ്ങനെ ആസ്വദിക്കാനൊക്കില്ല. കാരണം അവിടെ അക്രമമാണ്. ഞാൻ വിദ്യാർത്ഥി രംഗത്ത് പ്രവർത്തിക്കുന്ന അവസരങ്ങളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഒരു സംഘടന ഒരു കോളേജിലും ഇല്ല. സംഘടന ഉണ്ടാകും. ചെത്തു തൊഴിലാളികളെ മാർക്സിസ്റ്റുകാർ കൊണ്ടുവന്നിട്ട് പിള്ളേരെ തല്ലിക്കും. പക്ഷേ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ ഒരു വിദ്യാർത്ഥിയും മറ്റൊരു വിദ്യാർത്ഥിയെ തല്ലാനുണ്ടാവില്ല. മറ്റു ചില സ്ഥലത്ത് ഹെഡ്ലോഡ് വർക്കേഴ്സ് വന്ന് ചിലപ്പം കലാപം ഉണ്ടാക്കിയെന്നിരിക്കാം. പക്ഷേ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടാവില്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തു പോകും. അന്നത്തെ വിദ്യാർത്ഥി രംഗത്തെ സൗഹൃദം ഇന്നും പുതുക്കുന്നു. രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള സൗഹൃദമാണ് എല്ലായിടത്തും വന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല മാറ്റം ഈ രംഗത്തുണ്ടാകണം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് മുൻകൈ എടുത്ത് ഈ ഒരു സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. സാറിൻ്റെ ഒരു രാഷ്ട്രീയ ജീവിതം അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ ജീവിതം തുടങ്ങുമ്പോൾ ഇപ്പോൾ ബാലേന സഖ്യം, അതുപോലെ മനോരമ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, അവരുടെ ഒരു സഹായം, അതെല്ലാം ഒരു വലിയ നിർണായകമായ പങ്ക് ബാലേന സഖ്യത്തിലേക്ക് പ്രവർത്തനങ്ങളൊക്കെ സാറിന് വലിയ സ്വാധീനിച്ചിട്ടില്ലേ യഥാർത്ഥത്തിൽ? നിശ്ചയമായിട്ടും നല്ല രീതിയിലുള്ള ഇതുമാണ്. നമുക്കൊരു പ്രവർത്തന രംഗത്തൊരു ഊർജ്ജസ്വലമായിട്ടുള്ളൊരു പ്രവർത്തനത്തിന് പ്രചോദനം കിട്ടുന്ന അവിടുന്നാണ്. ഉമ്മൻചാണ്ടിയെ പോലത്തെ ഒരു അറിയപ്പെടുന്ന അന്നത്തെ ഒരു വിദ്യാർത്ഥി യുവജന നേതാവിൻ്റെ ഒരു പ്രപ്പോസൽ വിവാഹത്തിന് വരുമ്പോൾ ആദ്യം മനസ്സിൽ തോന്നിയത് എന്താ? എനിക്ക് ഉമ്മൻചാണ്ടി ആരാന്ന് പോലും അറിയില്ല. വീട്ടുകാർ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതാണ്. രാഷ്ട്രീയം അങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഉമ്മൻചാണ്ടി KC ആളെന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്കിന്ന് നമ്മൾ ഇന്നത്തെ കാര്യം പേപ്പർ വായിക്കത്തില്ല, രാഷ്ട്രീയമൊന്നും അറിയാനും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ ഞാനൊരു കാര്യം എനിക്ക് അന്നും പ്രാർത്ഥനയേ ഉള്ളൂ. അപ്പം ദൈവമേ, ഞാൻ കേട്ടിരിക്കും അന്നത്തെ കാലത്തെ കാര്യമാണ്, രാഷ്ട്രീയക്കാരും അത്ര നല്ലവരല്ലെന്ന് കേട്ടിരിക്കും. നല്ല കല്യാണം പൊതുവെ രാഷ്ട്രീയക്കാരൻ അങ്ങനെ ഒരു വിവാഹ മാർക്കറ്റിൽ കുറവാണ്. മാർക്കറ്റ് കുറവാണ്. ആ ഒരു പ്രശ്നം ഇപ്പോഴും ഇല്ല, അന്നുമില്ല. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ചെന്ന് കഴിഞ്ഞാൽ മാതാപിതാക്കളൊന്നും ആലോചിക്കും, വേണോ വേണ്ടതെന്ന് ആലോചിക്കുന്നൊരു കാലമാണ്. അങ്ങനെ അതിപ്പോഴും അതൊക്കെ തന്നെയാണ് സ്ഥിതി. അതേ പ്രശ്നമാണ് അന്നുള്ളത്. പക്ഷേ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എൻ്റെ ബ്രദറിന് വലിയ ഒപ്പീനിയനാണ്. കുടുംബത്തിലോ എൻ്റെ ബ്രദറിന് നല്ല വ്യക്തിയാണെന്നുള്ള ഒരഭിപ്രായം വന്നു. ആ സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സാഹചര്യമാണ്. പിന്നെ കുടുംബക്കാർ തമ്മിലല്ലേ, അവർ തമ്മിലാണ് ആലോചിക്കുന്നതും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത്. സ്കൂളിലും കോളേജിലും ഒക്കെ പഠിക്കുന്ന സമയത്ത് മറിയത്തിന് ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. സ്കൂളിലും കോളേജിലും പ്രത്യേകിച്ച് അധ്യാപകർക്കൊക്കെ ഏറ്റവും ബഹുമാനമുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. കുട്ടികളുടെ മാതാപിതാക്കൾ കുട്ടികളോട് അവർ ചെന്ന് വീട്ടിൽ പറയും ഉമ്മൻചാണ്ടിയുടെ മകളെ ഞങ്ങളുടെ കൂടെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറയുന്നത് അതൊക്കെ ശരിക്കും ആസ്വദിച്ചിട്ടുണ്ട്. സ്കൂളിലൊക്കെ ഈ പറഞ്ഞ പോലെ ടീച്ചേഴ്സും എല്ലാവർക്കും ഇങ്ങനെ ഉമ്മൻചാണ്ടിയുടെ മകൾ എന്നുള്ള ഒരു താല്പര്യം എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞില്ല, അതൊക്കെ അതാണ് ഇതിൻ്റെ ഒരു റിവാർഡ് എന്ന് പറഞ്ഞത്. അപ്പം അതിൽ സന്തോഷമുണ്ടായിരുന്നു. അതിനുശേഷവും മറ്റു കുട്ടികൾക്കും ആ ഒരു സ്നേഹവും അടുപ്പവും അവർ വീട്ടിൽ പോയാലും അവരുടെ മാതാപിതാക്കൾക്ക് എപ്പോഴും അപ്പയോടുള്ള ആ ഒരു സ്നേഹം നമുക്കും കിട്ടും. ശരി, നമ്മുടെ രാജ്യം വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. പ്രത്യേകിച്ച് സാർ ദേശീയ തലത്തിൽ കൂടി ഇപ്പോൾ വീണ്ടും സാർ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക് വന്നു. വീണ്ടും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായി ആന്ധ്രാപ്രദേശിൻ്റെ ചുമതലയായിട്ട് സാറിന് വീണ്ടും അത് ഏൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദേശീയ രാഷ്ട്രീയത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ മതേതരത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ജനാധിപത്യ സ്വഭാവം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കോൺഗ്രസ് നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ ഒരു സംസ്കാരമുണ്ട്. ആ ഒരു സംസ്കാരം നമ്മളെല്ലാം അതിലാണ് നമ്മളെല്ലാം വളർന്നു വരുന്നത്. അത് രാജ്യത്തിന് നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയുന്ന ഒരു അപകടകരമായ സ്ഥിതി ഉണ്ട്. സാറത് എങ്ങനെയാണ് വിലയിരുത്തിയിട്ടുള്ളത്?
വളരെ ദുഃഖകരമായ സാഹചര്യങ്ങളാണ് ഇന്ന് കാണുന്നത്. നമ്മുടെ സമ്പദ്ഘടന തകരുകയാണ്. നമ്മൾ ലോകത്ത് കെട്ടിയുയർത്തിയ നമ്മുടെ വിദേശകാര്യ രംഗത്തെ നമ്മുടെ നേട്ടങ്ങൾ നിഷ്പ്രഭമാക്കുക. നമ്മുടെ അയൽ സംസ്ഥാനങ്ങൾ, അയൽ രാജ്യങ്ങൾ പോലും, ചെറിയ രാജ്യങ്ങൾ പോലും, ഇന്ത്യയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്ന രാജ്യങ്ങൾ പോലും നമുക്കെതിരായിട്ട് വരുന്ന സ്ഥിതി വരികയാണ്. ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പറയുന്നത് നമ്മുടെ മതേതരത്വവും മതസൗഹാർദ്ദവും പരസ്പര വിശ്വാസവുമാണ്. അതിന് കോട്ടം വരത്തക്ക വിധത്തിൽ വിശ്വാസ തകർച്ചയുടെ സാഹചര്യം വരിക, ഇത് നമുക്ക് വളരെ ദുഃഖകരമായ സ്ഥിതിയാണ്. അതിന് ഞാൻ കാണുന്ന പ്രധാന പ്രശ്നം, കോൺഗ്രസ് വന്നേ മതിയാകൂ ഈ രാജ്യത്തിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ, ഈ രാജ്യത്തിൻ്റെ ഐക്യം നിലനിർത്താൻ, ജനതയുടെ ക്ഷേമം ഉറപ്പുവരുത്താൻ. പക്ഷേ ഏറ്റവും നിർഭാഗ്യകരമായ ഈ സ്ഥിതിവിശേഷത്തെ നമുക്ക് നേരിടാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് സാധിക്കണം. അത് കോൺഗ്രസിൻ്റെ മുമ്പിലുള്ളൊരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി നമ്മൾ സ്വീകരിച്ചേ മതിയാകൂ. സ്വാതന്ത്ര്യ സമരകാലത്ത് എത്രമാത്രം ജാഗ്രതയോടുകൂടി പ്രവർത്തിച്ചോ അതുപോലൊരു ജാഗ്രതയും ഒരു ത്യാഗോജ്വലമായ പ്രവർത്തനവും നമുക്ക് അന്ന് ഒറ്റ ലക്ഷ്യമാണ് രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം. അതുപോലെ തന്നെ ഇന്ന് രാജ്യത്തിൻ്റെ രക്ഷ, ജനങ്ങളുടെ സുരക്ഷ ഒറ്റ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു വലിയ പ്രവർത്തനം ഇന്ന് ആവശ്യമാണ്. ശ്രീ, ഈ ഗവൺമെൻറ്, സംസ്ഥാന ഗവൺമെൻറ് അധികാരത്തിൽ വന്ന ഉടൻ തന്നെ പറഞ്ഞു, ഉമ്മൻചാണ്ടിയുടെ 5 വർഷക്കാലത്തെ ഭരണവുമായി ബന്ധപ്പെട്ട 100 കണക്കിന് ഫയലുകൾ പരിശോധിക്കാൻ വേണ്ടി ഒരു സബ് കമ്മിറ്റിയെ വെച്ചു. ഇതെല്ലാം പരിശോധിച്ച് ഈ കുറ്റക്കാരെ മുഴുവൻ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. കാരണം അറിയാം, ഇതുവരെ ഒരു കാര്യവും ഏതെങ്കിലും ഒരു ഫയലിൽ പോലും ഒന്നും അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ പറഞ്ഞ ആളുകൾ കുഴപ്പത്തിൽ നിന്ന് കുഴപ്പത്തിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു ദയനീയമായ, നമുക്ക് പോലും സങ്കടം തോന്നുന്ന ഒരു സ്ഥിതിയിലേക്ക് സർക്കാർ പോവുകയാണ്. നമുക്ക് സങ്കടം തോന്നേണ്ട കാര്യമില്ല, പക്ഷെ സഹതാപം തോന്നുന്ന രീതിയിലേക്ക് സർക്കാർ പോവുകയാണ്. സാർ ഇത് ആസ്വദിക്കുന്നുണ്ട്? ശരി, ഒരിക്കലുമില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് സഹതാപം മാത്രമേ ഉള്ളൂ. അവർ ഗവൺമെൻറ് അവസാന തീരുമാനങ്ങളെല്ലാം പുനഃപരിശോധിക്കുമെന്ന് പറഞ്ഞു. ശ്രീ AK ബാലൻ കൺവീനറായിട്ടുള്ള മന്ത്രിസഭാ കമ്മിറ്റി ഉണ്ടാക്കി 700 ഫയലുകൾ മാറ്റി ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ അതിൽ 102 103 ഫയലൊഴിച്ച് ബാക്കിയുള്ളതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു കുഴപ്പവും ഇല്ലെന്നാക്കി. ബാക്കിയുള്ള ഈ 103-നകത്താണ് നടപടി എടുക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു. 2 കൊല്ലം അവർ ചർച്ച ചെയ്തു. ഒരു കാര്യത്തിലും ഒരു നടപടിയും എടുത്തിട്ടില്ല. അത് കാര്യത്തിൽ നമ്മൾ അന്ന് പറഞ്ഞതെല്ലാം ശരിയാണ് എന്നുള്ളത് അവർ തന്നെ അംഗീകരിക്കുന്നതിന് തുല്യമായി. അതുകൊണ്ട് എനിക്ക് ഒരു പ്രതികാര മനസ്സ് ഒരു വിധത്തിലും ഇല്ല. പ്രതികാരം എൻ്റെ അജണ്ടയിലേ ഇല്ലാത്ത കാര്യമാണ്. അപ്പോൾ രാഷ്ട്രീയമായിട്ട് നമുക്ക് എതിർപ്പുള്ളവരുടെ ഭാഗത്ത് വന്നിട്ടുള്ള വീഴ്ചകളാണെങ്കിലും ഞാനതിനെ നമ്മുടെ സംസ്ഥാനത്തിന് ഒരു അപമാനം കൂടിയായിട്ടുള്ള കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതാണ് എനിക്ക് ബുദ്ധിമുട്ട്. അത് നന്നായി അല്ലെങ്കിൽ അവരനുഭവിക്കട്ടെ, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അതേ സമയത്ത് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ ഒരു ലോകത്തിൻ്റെ മുമ്പിൽ തലകുനിക്കുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ വന്നു എന്നുള്ളതിൽ പ്രയാസമുണ്ട്. നിയമസഭാ പ്രവർത്തനത്തിൻ്റെ സുവർണ ജൂബിലി ആഘോഷിക്കുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിന് ജയ് ഹിന്ദ് TV-യുടെയും പ്രേക്ഷകരുടെയും ആശംസകൾ നേരാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. സ്വന്തം ഹൃദയത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ആൾ എന്ന് വിശേഷിപ്പിക്കാനാണ് എനിക്ക് അദ്ദേഹത്തെ ആഗ്രഹം. ദീർഘായുസ്സോടുകൂടി, ആരോഗ്യത്തോടുകൂടി ഇനിയും ജനങ്ങളുടെ ഇടയിൽ ഒരുപാട് നാൾ ഇതേ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പുതുപ്പള്ളിയുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന് കഴിയട്ടെ. അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ പ്രാർത്ഥനയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണയായി, ആത്മബലമായി പിന്നിൽ നിൽക്കുന്ന കുടുംബാംഗങ്ങൾക്കും അത് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഈ സംഭാഷണത്തിൽ പങ്കെടുത്തതിന് ജയ് ഹിന്ദ് TV-ക്ക് വേണ്ടി ഉമ്മൻചാണ്ടി സാറിനോടും അദ്ദേഹത്തിൻ്റെ പ്രിയ പത്നിയോടും മകളോടും ഞാൻ പ്രത്യേകമായ നന്ദി പറയും. ഓക്കെ, താങ്ക് യു.